നമസ്കാരം. 9 മണി വാർത്ത തുടങ്ങുന്നു. ആദ്യം ഈ മണിക്കൂറിലെ വാർത്തകൾ വേഗത്തിൽ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കില്ല. സംസ്ഥാന വ്യാപക പ്രതിഷേധവുമായി CPM-ഉം BJP-യും. എല്ലാം പുകമറയെന്ന് VK ശ്രീകണ്ഠൻ MP. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചെന്ന പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉടൻ കേസെടുക്കില്ല. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ പുറത്തുവന്ന ശബ്ദ സന്ദേശത്തിലെ ഇര നേരിട്ട് വരികയോ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതിയെന്ന് പോലീസിന് ലഭിച്ച നിയമോപദേശം. രാഹുലിനെതിരെ സെൻട്രൽ പോലീസിൽ പരാതി നൽകിയത് അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ. NK പ്രേമചന്ദ്രൻ MPയുടെ അസംബ്ലിയിൽ മത്സരിക്കാനുള്ള നീക്കത്തിൽ RSPയിൽ കല്ലുകടി. ഇരവിപുരം മണ്ഡലം നോട്ടമിട്ട് പ്രേമേന്ദ്രന്റെ നീക്കം. കൊല്ലം നിയമസഭാ സീറ്റിനു വേണ്ടി അവകാശവാദം തുടർന്ന് ഷിബു ബേബി ജോൺ. വരുന്ന തെരഞ്ഞെടുപ്പുകൾക്ക് അന്തിമ രൂപം നൽകാൻ അമിത്ഷാ വീണ്ടും കേരളത്തിൽ. നിയമസഭാ സ്ഥാനാർത്ഥി നിർണയത്തിൽ നിർണായക തീരുമാനം കാത്ത് BJP. അന്തരിച്ച പീരുമേട് MLA വാഴൂർ സോമന്റെ സംസ്കാരം ഇന്ന്. വണ്ടിപ്പെരിയാറിൽ പൊതുദർശനം. ഓർമ്മയാകുന്നത് തോട്ടം തൊഴിലാളി സംഘടനാ പ്രവർത്തനത്തിലെ സജീവ സാന്നിധ്യം. ചേർത്തലയിലെ കൊലയാളി സെബാസ്റ്റ്യൻ സീരിയൽ കില്ലർ തന്നെ. ബിന്ദു പത്മനാഭൻ കൊല്ലപ്പെട്ടെന്ന് തെളിഞ്ഞതോടെ നിരവധി സ്ത്രീകളെ കാണാതായതിലെ അന്വേഷണം വഴിത്തിരിവിലേക്ക്. കൊലപാതക കേസാക്കി അന്വേഷിക്കാൻ ക്രൈംബ്രാഞ്ച്. സംസ്ഥാനത്തേക്ക് അനധികൃത പണം ഒഴുകുന്നു. കള്ളപ്പണം വെളുപ്പിക്കാനും സൈബർ തട്ടിപ്പിനും ഇരകൾ വിദ്യാർത്ഥികൾ. മ്യൂൾ അക്കൗണ്ടുകളുടെ ഹോട്ട്സ്പോട്ടായി കേരളം. ഏഷ്യ കപ്പിൽ ഇന്ത്യ പാക് മത്സരം. പാകിസ്ഥാനെതിരെ കളിക്കാൻ ഇന്ത്യക്ക് കേന്ദ്ര സർക്കാരിന്റെ അനുമതി. ഉഭയകക്ഷി പരമ്പരയ്ക്കുള്ള വിലക്ക് തുടരും. ബിസിനസ് വഞ്ചന കേസിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ആശ്വാസം. കീഴ്ക്കോടതി ചുമത്തിയ $500 മില്യൺ പിഴ റദ്ദാക്കി. പിഴത്തുക അമിതമെന്ന് അപ്പീൽ കോടതി വിധിച്ചു. വലിയ വിജയമെന്ന് ട്രംപ്. നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് ബീഹാറിൽ 13,000 കോടി രൂപയുടെ വികസന പദ്ധതികളുടെ ഉദ്ഘാടനം മോദി നിർവഹിക്കും. രാഹുൽ ഗാന്ധി നയിക്കുന്ന വോട്ട് അധികാർ യാത്ര ബീഹാറിൽ പര്യടനം തുടരുന്നു. ജനങ്ങളുടെ വോട്ട് മോഷ്ടിക്കുന്നവർ അധികാരമൊഴിയണമെന്ന് രാഹുൽ ഗാന്ധി. കനത്ത മഴ തുടരുന്ന ഗുജറാത്തിൽ പാൽ കൊണ്ടുപോവുകയായിരുന്ന ടാങ്കറിൽ കുടുങ്ങിയ 13 പേരെ രക്ഷപ്പെടുത്തി NDRF സംഘം. പോർബന്ദർ ജില്ലയിലെ മാധവ്പൂരിൽ മോച്ച കടാച്ച റോഡിലെ വെള്ളക്കെട്ടിലാണ് ലോറി കുടുങ്ങിപ്പോയത്. കൊളംബിയയിൽ വാഹനത്തിനുള്ളിൽ ബോംബ് പൊട്ടിത്തെറിച്ച് 5 പേർ കൊല്ലപ്പെട്ടു. കാലിയ നഗരത്തിൽ നടന്ന സ്ഫോടനത്തിൽ 36 പേർക്ക് പരിക്കേറ്റു. ആക്രമണത്തിന് പിന്നിൽ ആരെന്ന് വ്യക്തമല്ല. മാർക്കോ ഫിഡൽ സുവാരസ് മിലിറ്ററി ഏവിയേഷൻ സ്കൂളായിരുന്നു ലക്ഷ്യമെന്ന് നിഗമനം. വിശദമായ വാർത്തകളിലേക്ക് വരാം. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇന്നലെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചെങ്കിലും MLA സ്ഥാനത്തെ ചൊല്ലിയാണ് ഇപ്പോഴത്തെ സംസാരം മുഴുവൻ. രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി CPM-ഉം BJP-യും പ്രതിഷേധം തുടരുന്നു. MLA-യുടെ ഔദ്യോഗിക പരിപാടികൾ റദ്ദാക്കിയിട്ടുണ്ട്. യൂത്ത് കോൺഗ്രസിന്റെ നൈറ്റ് മാർച്ചും ഒഴിവാക്കി. രാഹുലിന്റെ വീടിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. എന്നാൽ രാജി ആവശ്യം കോൺഗ്രസ് പൂർണ്ണമായും തള്ളുകയാണ്. LDF MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്ന മറുചോദ്യമാണ് കോൺഗ്രസ് ഉന്നയിക്കുന്നത്. എല്ലാം പുകമറ മാത്രമാണെന്നും രാഹുലിനെതിരെ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും പാലക്കാട് MP VK ശ്രീകണ്ഠൻ പ്രതികരിച്ചു. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി ഒഴിഞ്ഞത്. ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. അദ്ദേഹം പാലക്കാട് MLA ആണ്, കേരള നിയമസഭയിലെ മെമ്പറാണ്. ആ ഗൗരവത്തോടു കൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണ് ഇത്തരത്തിൽ പുകമറ ഉണ്ടായപ്പോൾ തന്നെ ആ സ്ഥാനം രാജിവെക്കണം എന്ന് പാർട്ടി തീരുമാനിച്ചു, രാജിവെച്ചു. നമ്മൾ നിയമത്തിന് വഴങ്ങി ജീവിക്കുന്ന ആൾക്കാരാണ്. നിയമ സംവിധാനത്തെ സത്യപ്രതിജ്ഞ ചെയ്ത അധികാരത്തിൽ വന്ന് പ്രവർത്തിക്കുന്നവരാണ്. നിയമവിരുദ്ധമായ പ്രവർത്തനം ആര് ചെയ്താലും ഒരു കാരണവശാലും VK ശ്രീകണ്ഠനല്ല കോൺഗ്രസ് പാർട്ടി ഒരിക്കലും അതിനെ ന്യായീകരിക്കില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് തീർച്ചയായിട്ടും പാർട്ടി അത് ആലോചിക്കുന്നുണ്ട്. ഈ ആരോപണങ്ങളും മറ്റു കാര്യങ്ങളായിട്ട് ബന്ധപ്പെട്ട്
അടിയന്തരമായിട്ട് അന്വേഷണം നടത്താൻ പാർട്ടി ആലോചിക്കുന്നുണ്ട്. CV അനുമോദ് വിവരങ്ങളുമായി, ഒപ്പം ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നും ചേർന്നു. അനുമോദ്, സംസ്ഥാന വ്യാപകമായി രാഹുൽ മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം കോൺഗ്രസും BJPയും ഒക്കെ ഉന്നയിക്കുന്നുണ്ട്. അതിലേറ്റവും പ്രധാനം പാലക്കാട് മണ്ഡലത്തിൽ എങ്ങനെ ഇത് പ്രകടമാകുന്നു എന്നതാണ്. ഇന്നലെ തന്നെ BJPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതിഷേധം തുടങ്ങി. ഇന്നും വലിയ രീതിയിലുള്ള പ്രതിഷേധ പ്രകടനങ്ങൾ അവർ ആലോചിക്കുന്നുണ്ട്. ഒപ്പം മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്നാണ് പ്രഖ്യാപനം തന്നെ. എങ്ങനെയാണ് മണ്ഡലത്തിൽ ഈ പ്രശ്നങ്ങളെ, രാഹുലിനെതിരെ ഉയർന്ന ആരോപണങ്ങളെ കോൺഗ്രസ് അടക്കം പ്രതിരോധിക്കുന്നത്? ശ്രീജ, പാലക്കാട് മണ്ഡലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായിട്ടുള്ള പ്രതിഷേധങ്ങൾ ശക്തമായിട്ട് തന്നെ ഇന്നും ഉയരുമെന്ന് വ്യക്തമാണ്. BJP വിക്ടോറിയ കോളേജിന് മുമ്പിൽ മാസ് റിയാക്ഷൻ ആണ് അവർ സംഘടിപ്പിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോലം വെച്ച് അതിൻ്റെ മുഖത്തടിക്കുന്ന തരത്തിലുള്ള ഒരു പ്രതിഷേധമാണ് BJP ആഹ്വാനം ചെയ്തിരിക്കുന്നത്. ഇടതുപക്ഷവും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ആഹ്വാനം ചെയ്തിട്ടുണ്ട്. മറ്റൊരു വിഷയത്തിൽ SFIയുടെ മാർച്ചുണ്ട്. ഒരുപക്ഷെ ആ വിഷയത്തേക്കാൾ കൂടുതൽ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ വിഷയമാകും SFIയുടെ മാർച്ചിൽ ഇന്ന് ഉന്നയിക്കപ്പെടുക. എന്നാൽ ഈ വിഷയത്തിൽ കൃത്യമായിട്ട് പാർട്ടിയുടെ നിലപാട് ഇന്ന് VK ശ്രീകണ്ഠൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഉയരുന്നതെല്ലാം പുകമറയാണ്, രാഷ്ട്രീയമായിട്ട് രാഹുലിനെ വേട്ടയാടലാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഇതുവരെ നിയമപരമായിട്ടൊരു പരാതിയും എവിടെയും എത്തിയിട്ടില്ല. ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്തിട്ടുള്ളത്. അത്തരത്തിൽ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് പാർട്ടി എന്ന നിലയിൽ അതിൻ്റെ നടപടി സ്വീകരിച്ചിട്ടുണ്ട്. പക്ഷേ MLA സ്ഥാനം രാജിവെച്ചുള്ള തരത്തിലേക്കുള്ള കാര്യങ്ങളിലേക്ക് പോകേണ്ടതില്ല. മുൻപും ഇടതുപക്ഷ MLA-മാർക്കെതിരെ ഇത്തരത്തിൽ ആരോപണങ്ങൾ ഉയർന്നപ്പോൾ എന്താണ് അവർ ചെയ്തതെന്ന് ചോദിക്കുകയും അതുപോലെ തന്നെ കോടതിയുടെ ഇടപെടൽ ഉണ്ടായിട്ട് മാത്രമാണ് കർണാടകയിൽ MP സ്ഥാനം രാജിവെക്കാൻ BJPയുടെ നേതാവ് തയ്യാറായതെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. ഒപ്പം തന്നെ ഒരു തരത്തിലും ഈ വിഷയങ്ങളിൽ രാഷ്ട്രീയമായിട്ട് ഉയരുന്ന ആരോപണങ്ങളിൽ രാഹുലിനെ ഇപ്പോൾ ഒറ്റയ്ക്ക് നിർത്തിയല്ല പ്രതിരോധിക്കേണ്ടതെന്ന സന്ദേശം കൂടിയാണ് VK ശ്രീകണ്ഠൻ മുന്നോട്ട് വെച്ചത്. BJP രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ അദ്ദേഹത്തിന് പരിപാടികൾ ബഹിഷ്കരിക്കണമെന്ന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം P. സരിൻ DYFI രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രതിരോധിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ തന്നെ എല്ലാ കാലത്തും ഉയരുന്ന ആക്ഷേപങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള കാര്യങ്ങളാണ്. അതിനപ്പുറത്തേക്ക് ഇതിനെ കൂടുതലായിട്ട് പ്രതിരോധിക്കേണ്ട സാഹചര്യമില്ല എന്നാണ് VK ശ്രീകണ്ഠൻ പറഞ്ഞത്. DYFIയുടെ പ്രതിഷേധവും പ്രതിരോധവും ഒക്കെ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് കണ്ടതാണ്. അപ്പോൾ അതിനെയൊന്നും കാര്യമാക്കുന്നില്ല. ഇപ്പോൾ മന്ത്രി V. ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നുണ്ട്. അപ്പോൾ ആ നിലയിൽ വെച്ച് നോക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്നവർക്ക് തന്നെ അപമാനമാണ്. ജനങ്ങൾ അവരെയുമെല്ലാം ഈ നിലയിൽ കാണാൻ പ്രേരിപ്പിക്കുന്ന നിലയിലുള്ള ആക്ഷേപങ്ങളാണ് വന്നിട്ടുള്ളത്. അദ്ദേഹം അഹങ്കാരത്തിന്റെയും ധിക്കാരത്തിന്റെയും അങ്ങേറ്റം മാസ്റ്റർ പീസ് എടുത്തവരാണ്. അഹങ്കാരത്തിനും ധിക്കാരത്തിനും കയ്യും കാലും വെച്ച വ്യക്തിയാണ്. കേരളത്തിന്റെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയനെ സംബന്ധിച്ച് എടാ വിജയ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവരാണ്. ഞങ്ങളാരും ബഹുമാനപ്പെട്ട ശ്രീ K. കരുണാകരനെയോ ശ്രീ AK ആന്റണിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരെയോ ഒന്നും തന്നെ ഇത്തരം ബഹുമാനം ഇല്ലാത്ത പദപ്രയോഗം ഉപയോഗിച്ചുകൊണ്ട് വളരെ വില കുറഞ്ഞ നിലയിൽ സംസാരിക്കാറില്ല. അസംബ്ലിയിലും അദ്ദേഹത്തിന്റെ പ്രസംഗം ഒരു അടി മാഞ്ഞു പോകും, പക്ഷെ ഒരു വാക്കുമായില്ല. അസംബ്ലിയിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം എന്ന് പറഞ്ഞാൽ തരംതാണ നിലയിലുള്ള പ്രസംഗമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ട്രാൻസ്ജെൻഡറിന് പോലും ഈ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത സാഹചര്യം ഈ യൂത്ത് കോൺഗ്രസ്സുകാർ കൊണ്ട് ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അപൂർവങ്ങളായിട്ടുള്ള സംഭവം എന്ന് സൂചിപ്പിച്ചിട്ടുള്ളത്. യഥാർത്ഥത്തിൽ മറ്റൊരു കാര്യം പരിശോധിച്ച് നോക്കിയാൽ കേരളത്തിലെ ജനങ്ങളെല്ലാം നല്ല ബുദ്ധിയുള്ളവരാണ്, രാഷ്ട്രീയം വിലയിരുത്തുന്നവരാണ്. എന്തൊക്കെ ആക്ഷേപങ്ങളും ആരോപണങ്ങളാണ്
ഒന്നാം പിണറായി ഗവൺമെന്റിനെതിരെയും രണ്ടാം പിണറായി ഗവൺമെന്റിനെതിരെയും തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിലും ഉന്നയിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് തയ്യാറായിട്ടുള്ളത്. നമുക്കെല്ലാവർക്കും അറിയാം ശ്രീമതി സരിതയെ സംബന്ധിച്ചിടത്തോളം. ആ സഹോദരി ഇന്ന് അതീവ ഗൗരവമുള്ള രോഗം ബാധിച്ച് ഒരു സ്വകാര്യ ആശുപത്രിയിൽ, കേരളത്തിന് പുറത്തുള്ള ഒരു സ്വകാര്യ ആശുപത്രി ചികിത്സയിലാണ്. യഥാർത്ഥത്തിൽ അന്ന് അവരുടെ നല്ല ആരോഗ്യം ഉണ്ടായിരുന്ന സമയത്ത് അവരുമായി ബന്ധപ്പെട്ട നിരവധി വ്യക്തികളുടെ പേരിൽ ആക്ഷേപം ഉണ്ടായിരുന്നല്ലോ, അറിയാമല്ലോ. വ്യക്തികളുടെ പേര് ഞാൻ എടുത്ത് പറയുന്നില്ല. മിനിമം അവരുടെ ആശുപത്രി ചെലവെങ്കിലും കൊടുക്കാനുള്ള ഒരു മാന്യത ഇപ്പോഴെങ്കിലും കാണിക്കേണ്ടതാണ്. അതൊക്കെ ഒരു മനുഷ്യസഹജമായി ചെയ്യേണ്ട കാര്യമല്ലേ, ഒരു ആശുപത്രി ചെലവ്. അപ്പൊ അങ്ങനെ ഒരു പാരമ്പര്യം ഇവർക്കുണ്ട്. ഈ കോൺഗ്രസിന് അങ്ങനെ ഒരു പാരമ്പര്യമുണ്ട്. കാര്യം കഴിഞ്ഞാൽ പിന്നെ മരിക്കാൻ കിടന്നാലും തിരിഞ്ഞു നോക്കില്ല. അങ്ങനെ ഒരു രീതി ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. യൂത്ത് കോൺഗ്രസ്സുകാർക്കുണ്ട്. അതായത് പണ്ട് ഞാനൊക്കെ SFIയിൽ ഉണ്ടായിരുന്നപ്പോൾ KSUവിന്റെ ഒരു നേതാവ് ഈ തന്തൂരി അടുപ്പ്, നിങ്ങളുടെ തന്തൂരി അടുപ്പ് ഡൽഹിയിൽ, അതിലൊരു കുട്ടിയെ ഇട്ട് ചുട്ട കഥ ഉണ്ടല്ലോ. ആ കഥ മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അവരുടെ ഒരു ചരിത്രം എഴുതിയാൽ ഇത്തരം ചരിത്രങ്ങൾക്കായിരിക്കും മുൻപന്തി നിൽക്കുന്നത്. എന്നിട്ട് വലിയ വായിൽ വലിയ അഭിമാനവും സംസ്കാരവും എല്ലാം പറഞ്ഞു നടക്കുന്ന ഒരു രീതിയാണ്. ഇന്നലെ ആ ശബ്ദരേഖയെല്ലാം കേൾക്കുമ്പോൾ, ശബ്ദരേഖ നമ്മൾ കേട്ടതാണല്ലോ. ഒരു പെൺകുട്ടിയും ഈ മാങ്കൂട്ടൻ എന്ന് പറഞ്ഞ മനുഷ്യനും തമ്മിൽ സംസാരിക്കുന്ന ശബ്ദരേഖ കേട്ടല്ലോ. നിങ്ങളുടെയൊക്കെ മാധ്യമ പ്രവർത്തനത്തിനിടയിൽ ഇങ്ങനൊരു ശബ്ദരേഖ കേട്ടിട്ടുണ്ട്. ഭാഗ്യമാണ്. പ്രധാനപ്പെട്ട കാര്യം, മറ്റു പരാതികളൊന്നും വന്നിട്ടില്ല, നിയമപരമായി നേരിടും എന്നൊക്കെയാണ് രാഹുൽ തന്നെ വിശദീകരിച്ചത്. അതൊക്കെ നിയമപരമായി നേരിട്ടിട്ട് നമുക്ക് രണ്ട് രൂപത്തിൽ ചെയ്യാം. നിയമപരമായി നേരിട്ടാൽ ചിലപ്പോൾ തെളിവിന്റെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ രക്ഷപ്പെട്ടെന്ന് വരും. പക്ഷെ ഒരു പെൺകുട്ടി പറഞ്ഞ കാര്യം നമ്മളുടെ നേരിട്ട് കേട്ടതില്ലേ. ഇപ്പൊ ഞാൻ പറയാം, സരിതയുടെ കാര്യത്തിൽ മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനം നടത്തുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ് മന്ത്രി ഉന്നയിക്കുന്നത്. പിണറായിയെ എടാ എന്ന് വിളിച്ചയാളാണ്, രാഷ്ട്രീയ ധിക്കാരത്തിന്റെ മറ്റൊരു പേരാണ് എന്നതൊക്കെയാണ് രാഹുലിനെ പറ്റി പറയുന്നത്. ഇനി ഡാൻ കുര്യൻ തിരുവനന്തപുരത്ത് നിന്നുണ്ട്. ഡാൻ, പാലക്കാട് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങളൊക്കെ നടക്കുന്നുണ്ട്. എന്തായാലും രാഹുൽ തൽക്കാലം രാജിവെക്കേണ്ടതില്ല. ഇപ്പോൾ സംഘടനാപരമായ നടപടി എടുത്തിട്ടുണ്ട്. നിയമപരമായി പ്രത്യേകിച്ച് പരാതിയൊന്നും മുന്നിൽ വരാത്ത സാഹചര്യത്തിൽ MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു നിലപാടിലേക്ക് തന്നെ കോൺഗ്രസ് എത്തിയിരിക്കുന്നു എന്നാണ് അറിയുന്നത്. പക്ഷേ ഇപ്പോൾ നമ്മൾ കാണുന്നത് പോലെ ഇപ്പോൾ വി ശിവൻകുട്ടി ഒരു വാർത്താ സമ്മേളനം വിളിച്ച് തന്നെ പറയുകയാണ് രാഹുലിനെതിരെ ആരോപണങ്ങൾ. ഇത് വരും ദിവസങ്ങളിലും ഇത് വലിയ രീതിയിൽ ഉന്നയിക്കുകയും ധാർമ്മികത ഉന്നയിച്ചുകൊണ്ട് വലിയ രീതിയിൽ കോൺഗ്രസിനെ പ്രതിരോധത്തിലാക്കുകയും ചെയ്യുമെന്ന് ഉറപ്പാണ്. അതിനെ പ്രതിരോധിക്കാൻ എന്താണ് കോൺഗ്രസ് മുന്നിൽ കാണുന്ന വഴികൾ? അതായത് കഴിഞ്ഞ ഒരു 10 വർഷത്തിനിടയിൽ ഇത്തരത്തിലുള്ള ലൈംഗിക ആരോപണങ്ങൾ അല്ലെങ്കിൽ ലൈംഗികമായി അധിക്ഷേപിച്ചു, അതിക്രമം നേരിട്ടു എന്ന തരത്തിലുള്ള ആരോപണങ്ങൾ നേരിട്ട രാഷ്ട്രീയ നേതാക്കൾക്കെതിരെ പരാതിയുമായി രംഗത്തെത്തിയത് ഒരാളോ പരമാവധി 2 പേരോ ഒക്കെ മാത്രമാണ്. ഇതങ്ങനെയല്ല, ഒരു പട ഇങ്ങെത്തുകയാണ് പരാതിയുമായി പല മേഖലകളിൽ നിന്നുള്ളവർ. ഏറ്റവും ഒടുവിൽ ട്രാൻസ്ജെൻഡേഴ്സ് ആയിട്ടുള്ള ചിലർ തന്റെ ദുരനുഭവം പരസ്യമായി പറഞ്ഞുകൊണ്ട് രംഗത്തെത്തുന്ന സാഹചര്യം. കോൺഗ്രസിനെ സംബന്ധിച്ച് നിയമപരമായി ഇപ്പോൾ അങ്ങനെ ഒരു നടപടിയിലേക്ക് പോലീസ് കടക്കാത്തതാണ് കടുത്ത ഒരു നടപടിയിലേക്ക് പാർട്ടിയും ഇപ്പോൾ പോകണ്ട എന്നൊരു പൊതു വിലയിരുത്തലിലേക്ക് ഇപ്പോൾ എത്തുന്നത്. പക്ഷേ പാർട്ടി നേതൃത്വം കരുതുന്നത് പാർട്ടിയെ പരാതിയുമായി സമീപിച്ച ചിലർ ഒരുപക്ഷെ പരസ്യ പ്രതികരണവുമായി ഇനി രംഗത്തെത്താൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ വന്നാൽ നിലവിലെ കാര്യങ്ങൾ പോലെ ആയിരിക്കില്ല മുമ്പോട്ടുള്ള സാഹചര്യം. അതുകൊണ്ട് തന്നെ ഇതിനോടകം തന്നെ വലിയ തരത്തിലുള്ള പ്രതിഷേധം പാലക്കാടും പത്തനംതിട്ടയിലുമൊക്കെ തുടരുന്ന മറ്റ് പാർട്ടികൾ CPM-ഉം അതോടൊപ്പം BJP-യും അതിശക്തമായ പ്രതിഷേധം രാഹുലിനെ മണ്ഡലത്തിൽ കാലുകുത്താൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയ തരത്തിലുള്ള പ്രതിഷേധം 2 പാർട്ടികളുടെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് വ്യാപകമായി തന്നെ നടക്കുന്നുണ്ട്.
അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ കൂടുതൽ പേർ പരാതിയുമായി രംഗത്തെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കാര്യങ്ങൾ കൈവിട്ടു പോകും. അതുകൊണ്ടാണ് പ്രാഥമിക നടപടി എന്ന വണ്ണം പാർട്ടി തല അന്വേഷണം നടത്തി ആ അന്വേഷണത്തിൽ കണ്ടെത്തുന്ന വിവരങ്ങളുടെ കൂടി അടിസ്ഥാനത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലേക്ക് എത്തിയാൽ മതി എന്ന ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. നിലവിൽ കോൺഗ്രസിന് അച്ചടക്ക സമിതിയുണ്ട്. പക്ഷേ ആ അച്ചടക്ക സമിതിയുമായി ബന്ധപ്പെട്ട് ചില ആക്ഷേപങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അങ്ങനെ ഒരു ആക്ഷേപം നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ ആ അച്ചടക്ക സമിതി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അന്വേഷിക്കുന്നതിന് പകരം ഒരു പ്രത്യേക സമിതിക്ക് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പാർട്ടിക്കകത്തു നിന്നും പുറത്തു നിന്നും വരുന്ന ആരോപണങ്ങൾ സംബന്ധിച്ച് വിശദമായ അന്വേഷണം നടത്തി പാർട്ടി നേതൃത്വത്തിന് റിപ്പോർട്ട് കൈമാറുന്നതിന് മുതിർന്ന നേതാക്കളെ ഉൾപ്പെടുത്തിക്കൊണ്ട് വനിതാ നേതാക്കൾ ഉൾപ്പെടെ ഉൾക്കൊള്ളുന്ന ഒരു സമിതിക്ക് രൂപം കൊടുക്കാനാണ് സാധ്യത. അതുമായി ബന്ധപ്പെട്ട ചർച്ചകൾ പാർട്ടി തലത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് തന്നെ അക്കാര്യത്തിൽ ഒരു ധാരണ എത്തിയേക്കുമെന്നാണ് പുറത്തുവരുന്ന സൂചനകൾ. അങ്ങനെയാണെങ്കിൽ ഈ പാർട്ടി ഫോറത്തിൽ രാഹുലിനെതിരെ ആരോപണം ഉന്നയിച്ചവർ ഉൾപ്പെടെ ഈ അന്വേഷണ സമിതിക്ക് മുമ്പിൽ ആഭ്യന്തര അന്വേഷണ സമിതിക്ക് മുമ്പിൽ വിവരങ്ങൾ കൈമാറാനാണ് സാധ്യത. അതിനപ്പുറത്തേക്ക് നിയമപരമായി പോലീസിന് മുമ്പിൽ പരാതിയുമായി ആരെങ്കിലും പോകുകയോ അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഹാജരാക്കുകയോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ മാത്രം കടുത്ത നടപടികളിലേക്ക് തിടുക്കത്തിൽ കടന്നാൽ മതി എന്നൊരു ധാരണ കോൺഗ്രസ് നേതൃത്വത്തിന് ഇപ്പോഴുണ്ട്. നേരത്തെ CPM നേതാക്കൾ ഉൾപ്പെടെയുള്ളവർക്കെതിരെ സമാനമായ ആരോപണങ്ങൾ നേരിട്ട സമയത്ത് ഏത് തരത്തിലാണോ അതിനെ പാർട്ടി പ്രതിരോധിക്കാൻ നോക്കിയത്, സമാനമായ പ്രതിരോധം ഈ വിഷയത്തിലും വേണം എന്ന ഒരു നിലപാടാണ് ഒരു വിഭാഗം നേതാക്കൾക്ക്. പക്ഷേ പരസ്യമായി രാഹുൽ മാങ്കൂട്ടത്തിലെ പിന്തുണച്ചുകൊണ്ട് മുതിർന്ന നേതാക്കൾ ആരും രംഗത്തെത്തുന്നില്ല എന്നതാണ് സാഹചര്യം. അതിന്റെ കാരണം പാർട്ടി നേതൃത്വത്തിന് നേരിട്ട് AICC നേതൃത്വത്തിനടക്കം കൈമാറിയിരിക്കുന്ന പരാതിയെ സംബന്ധിച്ച വിശദാംശങ്ങൾ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾക്ക് വ്യക്തമായി അറിയാം എന്നത് തന്നെയാണ്. അതായത് ഡാൻ, കൃത്യമായി പാർട്ടിക്കുള്ളിൽ നിന്ന് പരസ്യമായൊരു പ്രതിരോധം ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കട്ടെ. എപ്പോഴും രാഹുലിനൊപ്പമുള്ള ആളാണ് ഷാഫി പറമ്പിൽ. ഷാഫി ബീഹാറിലാണുള്ളത്. ഈ വിഷയത്തിൽ ഇന്നലെ ഡൽഹിയിൽ മാധ്യമങ്ങൾ ഷാഫിയുടെ പ്രതികരണത്തിന് ശ്രമിച്ചെങ്കിലും ഷാഫി ഒന്നും സംസാരിച്ചതേയില്ല. അങ്ങനെ ഏറ്റവും അടുത്ത എപ്പോഴും കൂടെ ഉണ്ടായിരുന്ന ഏറ്റവും കൂടുതൽ സംരക്ഷിച്ചിരുന്ന ഷാഫിയുടെ പോലും പരസ്യമായൊരു പിന്തുണ ഇക്കാര്യത്തിൽ രാഹുലിനില്ല. രാഹുൽ ഒറ്റയ്ക്ക് ഡിഫെൻഡ് ചെയ്തോട്ടെ എന്നാണോ, അതോ ഇതുപോലെ ധാർമ്മികതയ്ക്കപ്പുറത്തേക്ക് നിയമപരമായ ഒരു ആരോപണം വന്നില്ലെങ്കിൽ CPM-ന് ബാധകമായ നിയമമൊക്കെ ഞങ്ങൾക്കും ബാധകമുള്ളൂ, ആ നിലപാടെടുക്കുമോ? രാഹുലിനെ പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നവർ കൂടി പഴി കേൾക്കേണ്ടി വരുമെന്ന ഒരു ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആരും പ്രത്യക്ഷത്തിൽ അങ്ങനെ ഒരു പ്രതിരോധം തീർക്കാൻ വരാത്തതെന്നാണ് സൂചന. അല്പമെങ്കിലും മയപ്പെടുത്തിയ ഒരു നിലപാട് ഇന്നലെ ഇതിന് പിന്നിൽ ഒരു ഗൂഢാലോചനയുണ്ട് എന്ന് സംശയിക്കുന്നു എന്ന് പറഞ്ഞത് K. മുരളീധരൻ മാത്രമാണ്. പക്ഷേ അതിനുശേഷമാണ് ഈ ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് ന്യൂസ് 18 തന്നെ ഗുരുതരമായ ഒരു വെളിപ്പെടുത്തൽ നടത്തിയത്. അത് കൂടി പുറത്തു വന്നതിന് ശേഷം കോൺഗ്രസ് നേതാക്കളുടെ പ്രതികരണം വളരെ കരുതലോടെയാണ്. മുതിർന്ന നേതാക്കൾ എല്ലാവരും ഈ വിഷയത്തിൽ പാർട്ടി തല അന്വേഷണം നടക്കട്ടെ, അതിനുശേഷമാകാം തുടർ നടപടികളെന്ന് മാത്രം പറഞ്ഞ് അവരുടെ നിലപാട് അല്ലെങ്കിൽ അങ്ങനെ മാത്രം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ഇപ്പോൾ. കാരണം കൂടുതൽ പരാതികൾ വരാനിടയുണ്ട് എന്ന ഒരു ബോധ്യം നേതൃത്വത്തിനുണ്ട് എന്നതാണ് ഇതിലെ വസ്തുത. അതുകൊണ്ട് തന്നെയാണ് മറ്റ് പരസ്യ പ്രതികരണങ്ങൾ അനുകൂലിച്ചോ പ്രതികൂലിച്ചോ ഒന്നും നടത്താൻ ഒരു നേതാക്കളും ഇപ്പോൾ തയ്യാറാകാത്തത്. സൂക്ഷ്മതയോടെ മാത്രം പ്രതികരിച്ചാൽ മതി എന്ന ഒരു അനൌദ്യോഗികമായ വിലയിരുത്തൽ പാർട്ടി നേതൃത്വത്തിനിടയിലുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ പാർട്ടി മുഴുവൻ വെട്ടിലാകുന്ന പ്രതികരണങ്ങൾ ഒരു നേതാക്കളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകാതെ ഇരിക്കുന്നതും രാഹുലിനെ പ്രൊട്ടക്ട് ചെയ്യാനായി രാഹുലിന്റെ ഗോഡ് ഫാദേഴ്സ് ആയിട്ടുള്ള നേതാക്കന്മാർ പോലും രംഗത്തെത്താത്തതും അതേ സാഹചര്യത്തിൽ തന്നെയാണ്. ഷാഫി പറമ്പിൽ ഇന്നലെ ഡൽഹിയിൽ മാധ്യമങ്ങൾ ഏറെ മണിക്കൂറുകൾ ഷാഫിയെ കാത്തുനിന്നെങ്കിലും സംസാരിക്കാൻ കൂട്ടാക്കാതെ പാർലമെന്റിൽ പോലും എത്താതെ മടങ്ങുന്ന സാഹചര്യമാണ് ഉണ്ടായത്. അങ്ങനെയാണെങ്കിൽ എപ്പോഴും ആ മൗനം അങ്ങനെ തുടരാൻ കഴിയില്ല, മനസ്സ് തുറക്കേണ്ടി വരും. പക്ഷെ അത് എപ്പോഴാണ് എന്നതിൽ മാത്രമാണ് അവ്യക്തത. ബീഹാറിലേക്ക് പോയിരിക്കുന്നത് പോലും ഈ വിവാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറാനാണോ എന്ന് സംശയിക്കേണ്ടി വരും നിലവിലെ സാഹചര്യത്തിൽ. CV അനുമോദ് പാലക്കാട് നിന്ന് ഒരിക്കൽ കൂടി ചേർന്നു. അനുമോദ്, അങ്ങനെ പ്രതിരോധിക്കാൻ കാര്യമായി ആരും എത്താത്തൊരു സാഹചര്യത്തിലാണ് VK ശ്രീകണ്ഠന്റെ പ്രതികരണം ശ്രദ്ധേയമാവുന്നത്. ഔദ്യോഗിക പരിപാടികളൊക്കെ റദ്ദാക്കുന്നുണ്ട്. BJP ആകട്ടെ ഇതൊരു അവസരമായി തന്നെ കാണുന്നുണ്ട്. കാരണം അത്രയേറെ വാശിയേറിയ ഒരു പോരാട്ടത്തിനൊടുവിലാണ് അവിടെ പാലക്കാട് രാഹുൽ മാങ്കൂട്ടത്തിൽ പിടിച്ചെടുക്കുന്നത്. സ്വാഭാവികമായും പാലക്കാട് മണ്ഡലത്തിൽ ഇതുണ്ടാക്കുന്ന അലയൊലികൾ എന്തൊക്കെയാണ്?
തീർച്ചയായും പാലക്കാടിനെ സംബന്ധിച്ച് നമുക്കറിയാം, അവിടെ ഇടതുപക്ഷത്തെക്കാൾ കൂടുതൽ BJP ആണ് അവിടെ കോൺഗ്രസിനെ നേരിടുന്നത്. അതുകൊണ്ട് തന്നെ ഇനിയുള്ള തെരഞ്ഞെടുപ്പുകളിലേക്കുള്ള ഇന്ധനമായിട്ട് കൂടി രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ഈ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും BJP ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല. ഇന്നലെ തന്നെ നമ്മൾ കണ്ടതാണ് മഹിളാ മോർച്ചയുടെ കോഴിയെ കയ്യിലെടുത്തുകൊണ്ടുള്ള പ്രതിഷേധ പ്രകടനം. ഇന്നും സമാനമായ രീതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ കോലം വെച്ച് അതിന് മുഖത്തടിക്കുന്ന തരത്തിലേക്കുള്ള മറ്റ് ഒരു പ്രതിഷേധ പരിപാടിയാണ് സംഘടിപ്പിക്കുന്നത്. ഇനിയുള്ള ദിവസങ്ങളിലും സമാനമായ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഇവിടെ നിറയുക തന്നെ ചെയ്യും. മാത്രമല്ല, ഒരുപക്ഷെ BJPയുടെ സംസ്ഥാന നേതാക്കൾ പോലും ഒരു ഘട്ടത്തിൽ ഇവിടേക്ക് എത്തി ഈ തരത്തിലുള്ള പ്രതിഷേധങ്ങൾക്ക് നേതൃത്വം കൊടുക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. പ്രത്യേകിച്ച് മാസങ്ങൾക്കുള്ളിൽ വരാൻ പോകുന്ന നഗരസഭാ തെരഞ്ഞെടുപ്പ്, അതായത് ത്രിതല തെരഞ്ഞെടുപ്പിൽ ഇവിടെ BJPയാണ് ഭരിക്കുന്നത്. സ്വാഭാവികമായും BJPക്ക് ഇവിടുത്തെ MLAക്കെതിരെ ആഞ്ഞടിക്കാൻ കിട്ടുന്ന ഏറ്റവും വലിയ ശക്തമായ ഉപകരണമാണ് അല്ലെങ്കിൽ ആയുധമാണ് ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെയുള്ള ഈ പരാതികളും. അതിന് മാസങ്ങൾക്കപ്പുറം വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ്. രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി മത്സരിച്ചാലും മത്സരിച്ചില്ലെങ്കിലും നിലവിലെ പാലക്കാട് MLAയെ കുറിച്ച് ഉയർന്ന ഈ ആക്ഷേപങ്ങളെയും ആരോപണങ്ങളെയും BJP രാഷ്ട്രീയമായിട്ട് വലിയ തോതിൽ ഉപയോഗിക്കുന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ ഇനിയുള്ള ദിവസങ്ങളിൽ ഇടതുപക്ഷത്തെക്കാൾ ഒരുപക്ഷെ BJP ആയിരിക്കും ഇനി ഈ വിഷയത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പ്രതിഷേധങ്ങൾക്ക് തയ്യാറെടുക്കും. ഒപ്പം തന്നെ P. സരിന്റെ പേര് നമ്മൾ മറന്നു പോകരുത്. രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ സ്ഥാനാർത്ഥിത്വം കൊടുത്തതുകൊണ്ട് ഇടതുപക്ഷത്ത് പോയി അദ്ദേഹത്തിനെതിരെ മത്സരിച്ച വ്യക്തിയാണ് P. സരിൻ. അദ്ദേഹത്തിന്റെ ഭാഗത്തും ഇന്നലെ വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി ഇങ്ങോട്ട് വരട്ടെ കാണാം എന്ന രീതിയിലാണ്. അതായത് രാഹുൽ ഇതിനിടയിൽ ഇന്ന് VK ശ്രീകണ്ഠന്റെ പ്രതികരണത്തിനിടെ അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വളരെ മോശമായ ഒരു പരാമർശമുണ്ടായി. പരാതി ഉന്നയിച്ച സ്ത്രീകളെ അപമാനിച്ചുകൊണ്ടുള്ള ഒരു പരാമർശമാണ് VK ശ്രീകണ്ഠൻ നടത്തിയത്. അർദ്ധവസ്ത്രം ധരിച്ച് മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നതായിരുന്നു പരാമർശം. VK ശ്രീകണ്ഠന്റെ വാക്കുകളിലേക്ക്. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട് എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. പരാതി പറയുന്നവരെ എപ്പോഴും ഇത്തരത്തിൽ കുറച്ച് വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചാൽ പരാതി പറയുന്നവർ മിണ്ടാതിരിക്കുകയാണ് പതിവ്. അനുമോദ്, ഈ വിഷയത്തിലും അല്പം മോശമായൊരു പ്രതികരണം തന്നെയാണ് VK ശ്രീകണ്ഠന്റെ ഭാഗത്തു നിന്നുണ്ടാവുന്നത്. സോഷ്യൽ മീഡിയയിലൊക്കെ നടക്കുന്ന പ്രചാരണങ്ങളുടെ ഒക്കെ ഒരു ഭാഗം കൂടിയാണ്. പക്ഷേ കോൺഗ്രസ് നേതാക്കളുമായി ഏറ്റവും അടുപ്പമുള്ള, ഏറ്റവും അടുത്ത ബന്ധം പുലർത്തുന്ന ഒരാൾ തന്നെയാണ് ഈ പരാതിക്കാരി എന്ന് മറന്നാണോ VK ശ്രീകണ്ഠന്റെ പ്രതികരണം? സാമൂഹ്യ മാധ്യമങ്ങളിലെ മൂന്നാംകിട ആരോപണങ്ങളെ അത് ഏറ്റെടുക്കുന്ന തരത്തിലാണ് VK ശ്രീകണ്ഠന്റെ വാക്കുകളെ നമുക്ക് കാണേണ്ടത്. പരാതി ഉന്നയിക്കുന്നവരുടെ വസ്ത്രവും അവരുടെ തൊഴിലും അതുപോലെ തന്നെ അവർക്കുള്ള ബന്ധങ്ങളുമൊക്കെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഈ പരാതി ഇല്ലാതെയാക്കുവാൻ ഇത് രാഷ്ട്രീയ പ്രേരിതമാണ്, ഗൂഢാലോചനയാണെന്നൊക്കെ പറഞ്ഞ് പ്രചരിപ്പിക്കാനുള്ള സ്ഥിരം പ്രതിരോധ തന്ത്രമായിട്ട് വേണം ഇതിനെ കാണുവാൻ. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ആളുകളെ അപമാനിക്കുകയോ ഇത്തരത്തിലുള്ള ആളുകളെ പരോക്ഷമായുള്ള ഭീഷണിപ്പെടുത്തി ഇനി ഇത്തരത്തിൽ ആരോടും ഇത്തരത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പറയരുത്, മുൻപോട്ട് വെക്കരുത് എന്ന തരത്തിൽ ഒരു സന്ദേശം നൽകാൻ കൂടിയാണ് ഈ വാക്കുകളൊക്കെ തന്നെ സൂചിപ്പിക്കുന്നത്. VK ശ്രീകണ്ഠന്റെ ഭാഗത്തുണ്ടായ ഈ പദപ്രയോഗം, അദ്ദേഹം 18 മിനിറ്റോളം സംസാരിച്ചിരുന്നു. അതിലേറ്റവും അവസാന ഭാഗത്താണ് ഒരു ചോദ്യത്തിന് മറുപടിയായിട്ട് അദ്ദേഹം ഈ വാക്കുകൾ, ഈ ഒരു കാര്യം പറഞ്ഞിട്ടുള്ളത്. സ്വാഭാവികമായിട്ടും ഇത് ആരെ ഉദ്ദേശിച്ചാണെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാം. കഴിഞ്ഞ ഇന്നുമായിട്ട് സാമൂഹ്യ മാധ്യമങ്ങളിൽ മുഴുവൻ, പ്രത്യേകിച്ച് കോൺഗ്രസിൻ്റെ പ്രൊഫൈലുകളിലും കോൺഗ്രസിൻ്റെ ഹാൻഡിലുകളിലും നിറയുന്നത്, UDFിൻ്റെ ഹാൻഡിലും നിറയുന്നത് ഇത്തരത്തിലുള്ള കമൻറ്റുകളും ഇത്തരത്തിലുള്ള ഫോട്ടോകളും വെച്ചുള്ള വലിയ തോതിലുള്ള ന്യായീകരണ ശ്രമങ്ങളാണ്, ക്യാപ്സ്യൂളുകളാണ്. അതിൻ്റെ ചൂട് പിടിച്ച് തന്നെ വേണം VK ശ്രീകണ്ഠൻ്റെ ഈ വാക്കുകളെയും കാണുമ്പോൾ ഒരു തരത്തിലും ന്യായീകരിക്കാനോ ഒരു തരത്തിലും ഇതിനെ പിന്തുണയ്ക്കുവാനോ കഴിയുന്നതല്ല. കാരണം പരാതി ഉന്നയിച്ചവരുടെ വ്യക്തിത്വത്തെ തന്നെ അപമാനിക്കുകയും കളങ്കിതമാക്കുകയും ചെയ്യുന്ന തരത്തിലുള്ള പരാമർശമാണ് VK ശ്രീകണ്ഠന്റെ ഭാഗത്ത് ഉണ്ടായെന്ന കാര്യത്തിൽ യാതൊരു തർക്കമില്ല. അദ്ദേഹം ബോധപൂർവമാണോ അതോ ഈ സാധാരണഗതിയിൽ കോൺഗ്രസ്സുകാരൊക്കെ പ്രതിരോധിക്കുന്ന തരത്തിലും അദ്ദേഹം ഇതിനെ പ്രതിരോധിച്ചാണോ എന്നുള്ളതാണ് അറിയേണ്ടത്. എന്താണെങ്കിലും തികച്ചും ഒഴിവാക്കേണ്ടതായ ഒരു പരാമർശമായിരുന്നു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന MP എന്ന നിലയിൽ VK ശ്രീകണ്ഠൻ നടത്തിയതെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. തിരികെ ഈ രാഹുലിനെതിരായ പരാതിയിലേക്ക് വരുമ്പോൾ ഇപ്പോൾ V. ശിവൻകുട്ടി അടക്കം ഉന്നയിച്ച ആരോപണങ്ങൾ നമ്മൾ കേട്ടു, അല്ലെങ്കിൽ ആവശ്യം കേട്ടു. അത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു നാണക്കേടാണ് എന്ന രീതിയിലാണ്. പാലക്കാട് മണ്ഡലത്തിൽ ഈ വിഷയത്തെ എങ്ങനെയാണ് കാണുന്നത്? രാഹുലിന്റെ രാജി എന്നൊരാവശ്യത്തെ അവിടുത്തെ കോൺഗ്രസ്സുകാർ എങ്ങനെ കാണുന്നു? രാഹുലിനെതിരെ ഉയരുന്ന ഈ ആരോപണങ്ങളെ, അവിടെ നമുക്കറിയാം കോൺഗ്രസിൽ തന്നെ വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നതാണ്. ഈ ആരോപണങ്ങളെ പാലക്കാട്ടെ കോൺഗ്രസ് എങ്ങനെയാണ് എടുക്കുന്നത്?
തീർച്ചയായും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ശ്രീജാത്. നമുക്കറിയാം രാഹുൽ മാങ്കൂട്ടത്തിലിനെ ഇവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് മുൻപ് തന്നെ കോൺഗ്രസിൽ വലിയ തോതിൽ തന്നെ പ്രതിഷേധം ഉയർന്നിരുന്നു. കെ മുരളീധരനെ സ്ഥാനാർത്ഥിയാക്കണമെന്നാവശ്യപ്പെട്ട് ശ്രീകണ്ഠനും അതുപോലെ DCC അധ്യക്ഷനൊക്കെ കത്ത് നൽകിയത് പുറത്തു വന്നിരുന്നു. അത്തരത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ പ്രഖ്യാപിച്ചപ്പോൾ അവരുടെ നേതൃത്വത്തിന്റെ നിർദ്ദേശമായി ഏറ്റെടുത്തു നടപ്പാക്കി എന്നതിനപ്പുറം ഇനി ഒരിക്കൽ കൂടി ഈ ഒരു തീരുമാനത്തിലേക്ക് അല്ലെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ സ്ഥാനാർത്ഥിയാകുന്ന ഒരു സാഹചര്യം ഒഴിവാക്കാനുള്ള നടപടികൾ ഇപ്പോൾ തന്നെ കോൺഗ്രസിന്റെ ഭാഗത്ത് തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ തന്നെ ഷാഫിക്കെതിരെ പ്രവർത്തിക്കുന്ന വലിയൊരു വിഭാഗം പാലക്കാട് ഉണ്ട്, അതൊരു വസ്തുതയാണ്. അപ്പോൾ ആ ഗ്രൂപ്പിന് ശക്തി നൽകുന്ന തരത്തിലേക്കുള്ള സാഹചര്യമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. പാർട്ടിക്കുള്ളിലും പുറത്തുമൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്ന പ്രതിഷേധങ്ങൾ വലിയ തോതിൽ തന്നെ ഷാഫി വിരുദ്ധ ഗ്രൂപ്പ് ഷാഫി രാഹുൽ വിരുദ്ധ ഗ്രൂപ്പ് ഇവിടെ ഉപയോഗിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതിനുള്ള ചർച്ചകളും പലയിടത്തും രഹസ്യമായി തുടങ്ങിയിട്ടുണ്ട്. പരസ്യമായിട്ടുള്ള പ്രതികരണങ്ങളിലേക്കോ അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്കോ വന്നില്ലെങ്കിൽ പോലും ഒരിക്കൽ കൂടി രാഹുൽ മാങ്കൂട്ടത്തിൽ ഇവിടെ മത്സരിക്കാതിരിക്കാൻ വേണ്ട നീക്കങ്ങൾ ഇവിടെ നിന്ന് പാലക്കാടിന്റെ കോൺഗ്രസിന്റെ ഭാഗത്ത് ഉണ്ടായിട്ടുണ്ട്. കാരണം ഇതൊരു രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉപയോഗിക്കാൻ കഴിയുന്ന ഏറ്റവും ശക്തിമത്തായ ഒരു ആയുധമാണ്. ഷാഫിക്കെതിരെ പ്രയോഗിക്കാൻ കഴിയുന്ന വലിയ വിമർശനമാണ്. അപ്പോൾ ഇത്രയും കാലം ഷാഫിക്കും അതേപോലെ ഷാഫിയുടെ ഒപ്പമുള്ളവർക്കുമെതിരെ വിമർശനങ്ങളും അവരെ ഒറ്റപ്പെടുത്തുവാനും നോക്കിയിരുന്നവർക്ക് ലഭിച്ച അവസരമാണ്. കൃത്യമായി കോൺഗ്രസിന്റെ സ്വഭാവം അനുസരിച്ച്, ഗ്രൂപ്പ് രാഷ്ട്രീയ സ്വഭാവം അനുസരിച്ച് ഇത് വരുന്ന തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കുകയും അവർക്ക് ഷാഫിക്കെതിരെയുള്ള നീക്കമായിട്ട് ഇതിനെ മാറ്റുവാനും കഴിയുമെന്ന കാര്യത്തിൽ തർക്കമില്ല. അത്തരത്തിലുള്ള നീക്കങ്ങളും ചർച്ചകളും ഒക്കെ അണിയറയിൽ നടക്കുന്നുണ്ട് എന്നുള്ളൊരു വസ്തുതയാണ്. എപ്പോഴാണത് പരസ്യമായിട്ടൊരു പ്രതികരണമായിട്ടോ പ്രതിഷേധമായിട്ടോ വരിക എന്നുള്ളതാണ് അറിയേണ്ടത്. എന്നിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് കോൺഗ്രസിന് അകത്തും ഇതിന് ഈ സംഭവവികാസങ്ങളിൽ വലിയ അണിയറ നീക്കങ്ങൾ നടക്കുന്നു എന്നുള്ളതൊരു വസ്തുതയാണ്. പക്ഷേ പുറത്തേക്ക് ഈ ഘട്ടത്തിൽ രാഹുലിനെ പ്രതിരോധിക്കേണ്ട സാഹചര്യമായതുകൊണ്ട് അത് പുറത്തു വരുന്നില്ല. പക്ഷേ ഇത് വരും ദിവസങ്ങളിൽ വലിയ തോതിൽ തന്നെ പാലക്കാട്ടെ കോൺഗ്രസിലും വലിയ ചർച്ചകൾക്ക് വഴി തുറക്കുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. CV അനുമോദാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി, MLA സ്ഥാനത്തു നിന്നുള്ള രാജി വേണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെയാണ് കോൺഗ്രസ് എത്തിയിരിക്കുന്നത്. CPM-ഉം BJP-യും ഒക്കെ ആ ആവശ്യം ഉന്നയിക്കുന്നുണ്ടെങ്കിലും മുൻപ് പലതവണ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ, പ്രത്യേകിച്ച് P. ശ്രീരാമകൃഷ്ണനോ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രനോ ഒക്കെ നേരെ ആരോപണങ്ങൾ ഉയർന്ന മുകേഷ് MLA-ക്കൊക്കെ എതിരെ ആരോപണങ്ങൾ ഉയർന്ന സാഹചര്യത്തിൽ അവർ രാജിവെച്ചിട്ടുണ്ടോ എന്ന ചോദ്യം ഉയർത്തിക്കൊണ്ടൊരു പ്രതിരോധത്തിനാണ് തൽക്കാലം കോൺഗ്രസ് തയ്യാറെടുക്കുന്നത്. നിയമപരമായി രാഹുലിനെതിരെ എന്തെങ്കിലും പരാതി വരികയാണെങ്കിൽ മാത്രം അങ്ങനെ ഒരു നടപടിയിലേക്ക് കടന്നാൽ മതി. ഇപ്പോൾ നിലവിലത്തെ സാഹചര്യത്തിൽ സംഘടനാ തലത്തിലുള്ള ഒരു നടപടി തന്നെ തൃപ്തിയാണ്. അതൊരു അച്ചടക്ക നടപടിയുടെ ഭാഗമാണ്. ആ അച്ചടക്ക നടപടി മതി എന്നൊരു നിലപാടിലേക്കാണ് കോൺഗ്രസ് എത്തുന്നത്. പക്ഷേ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ CPM-ന്റെ ഭാഗത്തുനിന്ന് വരുന്നു. BJP ആകട്ടെ പാലക്കാട് കേന്ദ്രീകരിച്ചും വലിയ രീതിയിലുള്ള പ്രക്ഷോഭങ്ങൾ വരുന്നു. ഇപ്പോൾ അല്പസമയത്തിനകം അവിടെ പ്രതിഷേധ പരിപാടികളൊക്കെ ആരംഭിക്കും. അങ്ങനെ സംഘർഷഭരിതമാവുകയാണ് സാഹചര്യം. ഒരു പക്ഷേ പാലക്കാട് നിന്ന് തുടങ്ങിയ ഒരു കോൺഗ്രസിൻ്റെ ഒരു ഊർജ്ജസ്വലമായ ഒരു വിജയത്തിൻ്റെ പിന്നീടുള്ള ഒരു പരമ്പര ഉണ്ടായിരുന്നു. അതിനൊക്കെ മങ്ങലേൽപ്പിക്കുന്ന തരത്തിൽ യൂത്ത് കോൺഗ്രസിൻ്റെ അധ്യക്ഷന് തന്നെ നേരെ വന്ന ആരോപണങ്ങളുടെ പശ്ചാത്തലത്തിൽ അതെല്ലാം വലിയ ആയുധമാക്കുകയാണ് ഇപ്പോൾ CPM-ഉം BJP-യും. നിർബന്ധിത ഗർഭഛിദ്രത്തിന് പ്രേരിപ്പിച്ചു എന്നൊരു പരാതി രാഹുലിനെതിരെ ഇന്നലെ നൽകിയിരുന്നു. ആ പരാതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ എന്തായാലും ഉടൻ കേസെടുക്കില്ല എന്ന വിവരം കൂടി പുറത്തു വരികയാണ്. കൂടുതൽ തെളിവുകൾ ലഭിക്കുകയോ പുറത്തു വന്ന ശബ്ദ സന്ദേശത്തിലെ ഇര നേരിട്ട് വരികയോ ചെയ്താൽ മാത്രം കേസെടുത്താൽ മതി എന്നാണ് പോലീസിന് ലഭിച്ച നിയമോപദേശം. അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യനാണ് രാഹുലിനെതിരെ എറണാകുളം സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിരുന്നത്. അതുകൂടി ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. രാഹുലിനെതിരെ കേസുകളില്ല എന്നതായിരുന്നു, നിയമപരമായ ഒറ്റ പരാതി പോലും വന്നിട്ടില്ല എന്നതായിരുന്നു പ്രധാനമായി കോൺഗ്രസ് ഉയർത്തിയ ഒരു പ്രതിരോധം. ആ പ്രതിരോധത്തിൻ്റെ ഇടയിലേക്കാണ് രാഹുലിനെതിരെ 2 പരാതികൾ വന്നത്. അതിൽ ഒരു പരാതി ഈ അഭിഭാഷകനായ ഷിൻഡോ സെബാസ്റ്റ്യൻ നൽകിയതായിരുന്നു. അത് നിർബന്ധിത ഗർഭഛിദ്രത്തിന് ശ്രമിച്ചു രാഹുൽ എന്നത് ഇന്നലെ പുറത്തു വന്ന ഒരു ശബ്ദ സന്ദേശത്തിൻ്റെ കൂടി അടിസ്ഥാനത്തിൽ അങ്ങനെ ഒരു പരാതി നൽകുകയായിരുന്നു. ആ പരാതിയിലാണ് ഉടൻ കേസെടുക്കില്ല എന്ന നിലപാട് ഇപ്പോൾ പോലീസ് സ്വീകരിക്കുന്നത്. നവമി ദിനേശ് വിശദാംശങ്ങൾ നൽകും. നവമി, സാധാരണഗതിയിൽ ഇരയ്ക്ക് നേരിട്ട് പരാതി നൽകാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ വേണമെങ്കിൽ ഇങ്ങനെ പുറത്തു നിന്നൊരാൾക്ക് പരാതി നൽകാം, ആ പരാതി പരിഗണിച്ചുകൊണ്ട് കേസെടുക്കാം എന്നതാണ് ആ ഒരു വ്യവസ്ഥ. അതിനും അപ്പുറത്ത് ഇര പരാതി നൽകിയാൽ മാത്രം കേസെടുത്താൽ മതി എന്നൊരു നിലപാടിലാണോ ഇപ്പോൾ പോലീസ് ഉള്ളത്? ശ്രീജ, പോലീസിന്റെ ഭാഗത്ത് നിന്നും പോലീസ് ഒരു നിയമോപദേശം തേടിയിരുന്നു. ഇന്നലെ വൈകിട്ടോടുകൂടിയായിരുന്നു എറണാകുളം സെൻട്രൽ പോലീസിൽ CPM അനുഭാവി കൂടിയായിട്ടുള്ള ഷിൻഡോ സെബാസ്റ്റ്യൻ
ഒരു പരാതി നൽകിയത്. ഈ പരാതിയിൽ പറയുന്നത് രാഹുൽ മാങ്കൂട്ടം യുവതിയെ നിർബന്ധിച്ച് ഗർഭചിത്രത്തിന് പ്രേരിപ്പിച്ചു എന്നതാണ്. ഈ മാധ്യമങ്ങളിൽ വന്ന ഓഡിയോ സന്ദേശത്തിന്റെ ഒക്കെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു പരാതി നൽകിയത്. അതിൽ പോലീസ് നിയമോപദേശം തേടിയപ്പോഴാണ് കൂടുതൽ തെളിവുകളോ അല്ലെങ്കിൽ ഈ ഓഡിയോ സന്ദേശത്തിൽ പറയുന്ന പെൺകുട്ടി, ഇരയാക്കപ്പെട്ട പെൺകുട്ടിയോ പരാതി നൽകിയാൽ മാത്രമേ നടപടിയുമായി മുന്നോട്ട് പോകാൻ കഴിയുകയുള്ളൂ, അല്ലെങ്കിൽ കേസെടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു നിയമോപദേശമാണ് പോലീസിന് ലഭിച്ചത്. കാരണം ഇത് കോടതിയിലടക്കം നിലനിൽക്കണമെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ വേണം. ഈ പെൺകുട്ടിയുടെ മൊഴി അടക്കം ആവശ്യമാണ്. ഇല്ല എന്നുണ്ടെങ്കിൽ പാതി വഴിയിൽ ഈ കേസ് അവസാനിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുകൊണ്ട് തിടുക്കപ്പെട്ട് കേസ് എടുക്കേണ്ടതില്ല എന്നൊരു നിയമോപദേശമാണ് സെൻട്രൽ പോലീസിന് ലഭിച്ചിരിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം ഷിൻഡോയുടെ പരാതിയിൽ കേസെടുക്കത്തില്ല എന്നാണ് നമുക്ക് ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന വിവരം. കൂടുതൽ പരാതികൾ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകൾ ഈ പെൺകുട്ടിയുടെ മൊഴി അടക്കം ലഭിക്കുകയാണെങ്കിൽ തുടർ നടപടികളുമായി മുന്നോട്ട് പോകാനാണ് പോലീസും തീരുമാനിച്ചിരിക്കുന്നത്. ഇനിയൊരു പരാതി വരികയാണെങ്കിൽ, ഇപ്പോ രാഹുലും ഇന്നലെ ചോദിക്കുന്ന ചോദ്യം അതായിരുന്നു, നവമി, ഇതുവരെ എനിക്കെതിരെ ഒരു പരാതിയില്ല, ഗർഭഛിദ്രത്തിന് നിർബന്ധിച്ചു എന്ന് നിങ്ങളോട് പറഞ്ഞോ, ഈ തരത്തിലുള്ളതൊക്കെയാണ്. അപ്പോൾ ഇതിൽ ഒരു നിയമപരമായി പരാതിപ്പെടാൻ ആരും വരില്ല എന്നൊരു ധൈര്യം ഇന്നലെ രാഹുൽ ആ വാർത്താ സമ്മേളനത്തിൽ ഉടനീളം പ്രകടിപ്പിച്ചിരുന്നു. അപ്പൊ അങ്ങനെ ഒന്നും വന്നില്ലെങ്കിൽ രാഹുലിനെതിരെ തൽക്കാലം ഇങ്ങനെ തന്നെ ഈ അച്ചടക്ക നടപടി, സംഘടനാ തലത്തിലുള്ള ഈ നടപടിക്ക് അപ്പുറത്തേക്ക് കാര്യങ്ങൾ പോവില്ല, അങ്ങനെയാണോ നമ്മൾ ഇപ്പോൾ മനസ്സിലാക്കുന്നത്? അങ്ങനെ തന്നെ കരുതേണ്ടിയിരിക്കുന്നു ശ്രീജ. കാരണം ഇന്നലെ ആദ്യം ഒരു യുവ നടിയാണ്, റിനിയാണ് ഈ പരാതിയുമായി രംഗത്തെത്തിയത്. ആ പരാതിയുടെ അടിസ്ഥാനത്തിൽ പക്ഷെ ആ റിനി പേര് പോലും പറഞ്ഞിട്ടില്ല. പേര് പറയാതെ ഒരു യുവ നേതാവ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ടാണ് വിവാദങ്ങൾക്ക് തുടക്കമായത്. ഏറ്റവും ഒടുവിൽ ഇന്നലെ അവസാനം മാധ്യമങ്ങളോട് പ്രതികരിക്കുമ്പോൾ പോലും റിനി ആ യുവ നേതാവിന്റെ പേര് പറയാൻ തയ്യാറായിരുന്നില്ല. അതിനുശേഷം ന്യൂസ് 18 തന്നെ പുറത്തുവിട്ട അവന്തിക ഉൾപ്പെടെയുള്ളവർ പറയുന്ന ആരോപണങ്ങൾ മാത്രമാണ്. അതിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ ഹാജരാക്കാൻ ഇവർക്കും കഴിഞ്ഞിട്ടില്ല. ഇന്നലെ പുറത്തു വന്ന ഓഡിയോ സന്ദേശത്തിൽ പോലും യുവതിയെ വെളിപ്പെടുത്തുന്നില്ല, അല്ലെങ്കിൽ യുവതി പിന്നീട് പരാതിയുമായി പോലീസിനെ സമീപിക്കുകയോ തുടർ നടപടികളുമായി പോവുകയോ ഒന്നും തന്നെ ചെയ്തിട്ടില്ല. ഈ പാർട്ടിയിൽ പോലും പരാതി നൽകുവാനായി ആ യുവതിയും തയ്യാറായിട്ടില്ല. അതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ആ ഒരു വിശ്വാസം രാഹുലിനുണ്ട്. തനിക്കെതിരെ പരാതിയുമായി യുവതികൾ ആരും രംഗത്തെത്തില്ല, അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള തെളിവുകൾ തനിക്കെതിരെ ഉണ്ടാകില്ല എന്നൊരു ആത്മവിശ്വാസം രാഹുൽ മാങ്കൂട്ടത്തിനുണ്ട്. അത് തന്നെയാണ് ഇന്നലെ മാധ്യമങ്ങളെ കണ്ടപ്പോഴും ഈ രാജിയുടെ കാര്യം പറയുന്നതിന് മുൻപ് പോലും രാഹുലിന്റെ ആത്മവിശ്വാസം അത് തന്നെയാണ്. ആവർത്തിച്ച് ചോദിക്കുന്നുണ്ട്, തനിക്കെതിരെ പരാതി ഉണ്ടോ, ഏതെങ്കിലും യുവതി പരാതി നൽകിയിട്ടുണ്ടോ? ഇതൊക്കെ ആരോപണങ്ങളല്ലേ. ഈ ഓഡിയോ സന്ദേശം പോലും വ്യാജമാണെന്ന് തെളിയിക്കുന്ന തരത്തിലേക്ക് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് കടക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് കൃത്യമായിട്ടുള്ള തെളിവുകൾ പരാതിക്കാരി ഉണ്ടെങ്കിൽ മാത്രമേ തുടർ നടപടികളുമായി പോലീസും മുന്നോട്ട് പോകൂ എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. രാഹുൽ മാങ്കൂട്ടത്തിനെ സംബന്ധിച്ച് ഇനി ഒരു MLA സ്ഥാനത്തിലെ രാജി അത് ഉണ്ടാകാനുള്ളൊരു സാധ്യതയും വളരെ കുറവാണ്. ഇന്നലെ പോലും രാഹുൽ മാങ്കൂട്ടം ഇക്കാര്യങ്ങൾ ഈ മാധ്യമങ്ങളെ കാണുമ്പോൾ മുകേഷിന്റെ കാര്യമൊക്കെ മുന്നോട്ട് വെക്കുന്നുണ്ടായിരുന്നു. മുകേഷ് മന്ത്രി കേസെടുത്ത് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ വിടുന്ന സാഹചര്യം ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് മുകേഷ് MLA സ്ഥാനം രാജിവെച്ചില്ലല്ലോ, പിന്നീട് എന്താണ് വെറും ഒരു ആരോപണത്തിന്റെ പേരിൽ താൻ രാജിവെക്കുന്നത് എന്തിനാണെന്ന് ആവർത്തിച്ച് തന്നെ രാഹുൽ മാങ്കൂട്ടം ചോദിച്ചു. പാർട്ടിയും അതേ നിലപാട് തന്നെയാണ്. മുൻപ് വിൻസൻ MLA ഒക്കെ സംരക്ഷിച്ച ഒരു രീതിയിലേക്ക്, അല്ലെങ്കിൽ എൽദോസ് കുന്നപ്പള്ളിയൊക്കെ പാർട്ടി സംരക്ഷിച്ച ഒരു നിലപാടിലേക്ക് തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെയും കാര്യം പോകാനാണ് സാധ്യത. എന്തായാലും ഇപ്പോഴും പരാതികളൊന്നും തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ പോലീസിന് ലഭിച്ചിട്ടുമില്ല. ശരി, നവമി ദിനേശാണ് വിവരങ്ങൾ നൽകുന്നത്. പക്ഷെ അപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, പലയിടത്തു നിന്നും കൂടുതൽ പരാതികൾ, കൂടുതൽ യുവതികളുടെ പരാതികൾ ഉയർന്നു വരുന്നുണ്ട്. അതിലേക്കൊക്കെ നമുക്ക് എത്താം. തൽക്കാലം എന്തായാലും എൽദോസ് കുന്നപ്പള്ളിയെ പാർട്ടി സംരക്ഷിച്ചിരുന്നു. വിൻസെന്റിനെ ജയിലിൽ കിടന്ന ശേഷമാണ് മടങ്ങിയെത്തിയത്. വിൻസെന്റിനെയും കുറ്റക്കാരനെന്ന് കോടതി കണ്ടെത്തിയാൽ മാത്രം മതി നടപടി, അല്ലെങ്കിൽ രാജി എന്നൊരു നിലപാടായിരുന്നു കോൺഗ്രസ് തന്നെ സ്വീകരിച്ചത്. മറുപുറത്താണെങ്കിൽ മുകേഷ് ഉൾപ്പെടെയുള്ളവർക്കെതിരെയും സമാനമായ ആരോപണങ്ങൾ, ഗുരുതരമായ ആരോപണങ്ങൾ മുകേഷിന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സാഹചര്യത്തിലേക്ക് ഒന്നും എത്തിയിട്ടില്ല. ഇത് അവിടെവിടെയായി പുകമറയിൽ പൊങ്ങുന്ന ചില ആരോപണങ്ങൾ മാത്രമാണ് എന്നൊരു പ്രതിരോധമാണ് നിലവിൽ കോൺഗ്രസ് സ്വീകരിക്കുന്നത്. അതിനപ്പുറത്തേക്ക് പോകുന്ന രീതിയിൽ എന്തെങ്കിലും ഒരു പരാതി വന്നാൽ മാത്രമേ രാഹുൽ മാങ്കൂട്ടത്തിന് രാജിയുടെ ഒരു ചോദ്യമേ ഉദിക്കുന്നുള്ളൂ എന്നതാണിപ്പോൾ നിലവിൽ കോൺഗ്രസ് എടുക്കുന്ന നിലപാട്. ഇടവേളയ്ക്ക് ശേഷം മടങ്ങിയെത്താം.
മാങ്കൂട്ടത്തിൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. സംസ്ഥാന വ്യാപകമായി CPM-ഉം BJP-യും ഒക്കെ പ്രതിഷേധ പരിപാടികൾ ഇന്നത്തെ ദിവസവും സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതിനിടയിൽ MLAക്ക് ഇന്ന് ഉണ്ടായിരുന്ന ഔദ്യോഗിക പരിപാടികൾ ഒക്കെ റദ്ദാക്കി. ഒരു ലോങ് മാർച്ച് നേരത്തെ പ്ലാൻ ചെയ്തിരുന്നു, അത് വേണ്ടെന്ന് വെച്ചു. നൈറ്റ് മാർച്ച് ഒഴിവാക്കി. രാഹുലിന്റെ വീടിന് പോലീസ് സുരക്ഷ ശക്തമാക്കി. അതേസമയം ഇതൊന്നും ബാധിക്കുന്നതേയില്ല. രാജി ആവശ്യം തള്ളുകയാണ് കോൺഗ്രസ്. LDF-ലെ MLA-മാർ ആരോപണ വിധേയരായപ്പോൾ രാജിവെച്ചില്ലല്ലോ എന്നൊരു ചോദ്യം ഉയർത്തിക്കൊണ്ടാണ് ഇതിനെല്ലാം പ്രതിരോധിക്കുന്നത്. എല്ലാം പുകമറ മാത്രമാണെന്നും രാഹുലിനെതിരെ ഇപ്പോൾ നടക്കുന്നത് രാഷ്ട്രീയ വേട്ടയാടലാണെന്നും ഒരുപക്ഷെ അങ്ങനെ ഒരു പ്രതിരോധം തീർത്തുകൊണ്ട് രാഹുലിന് വേണ്ടി സംസാരിക്കുന്ന ഒരു ആദ്യത്തെ ശബ്ദമായിട്ടാണ് ഇത് കേൾക്കുന്നത്. VK ശ്രീകണ്ഠനാണ് MP ആണ് പ്രതികരിച്ചത്. ആരോപണങ്ങളുടെ അടിസ്ഥാനത്തിൽ പാർട്ടി നിർദ്ദേശിച്ചപ്പോഴാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ പദവി രാഹുൽ ഒഴിഞ്ഞതെന്നും VK ശ്രീകണ്ഠൻ പറയുന്നു. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിൽ അങ്ങനെയല്ല പറഞ്ഞത്. തന്നോട് ആരും രാജി ആവശ്യപ്പെട്ടിട്ടില്ല, മറിച്ച് തന്റെ സഹപ്രവർത്തകർ പ്രതിരോധത്തിലാവാൻ വേണ്ടി താൻ തൽക്കാലം രാജിവെക്കുന്നു, തെറ്റ് ചെയ്തത് കൊണ്ടല്ല എന്ന് ആഹ്വാനം ചെയ്തുകൊണ്ടാണ് ഇന്നലെ രാജി പ്രഖ്യാപിച്ചത്. പക്ഷേ VK ശ്രീകണ്ഠൻ പറയുന്നത് പാർട്ടി നിർദ്ദേശിച്ചതിന്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് ഈ രാജി എന്നായിരുന്നു. ആരോപണങ്ങൾ പാർട്ടി അന്വേഷിക്കുമെന്നും VK ശ്രീകണ്ഠൻ പറഞ്ഞു. അതേസമയം ഇന്ന് ഈ പ്രസ്താവനയ്ക്കിടെ ഈ മാധ്യമങ്ങളോട് സംസാരിക്കുന്നതിനിടെ ഈ പരാതി ഉന്നയിച്ച സ്ത്രീകളെ VK ശ്രീകണ്ഠൻ MP-യുടെ ഭാഗത്തു നിന്ന് അപമാനിക്കുന്ന തരത്തിലൊരു പരാമർശമുണ്ടായി. അർദ്ധവസ്ത്രം ധരിച്ച മന്ത്രിമാർക്കൊപ്പമുള്ള ചിത്രങ്ങൾ, ഈ പരാതിക്കാരുടെ ചിത്രങ്ങൾ പുറത്തു വന്നില്ലേ എന്നതായിരുന്നു ചോദ്യം. അന്ന് പരാതി കൊടുത്ത് നടന്നില്ലെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഒരു പരാതി കൊടുക്കാലോ, ഇല്ലേ? ഇവരുടെയൊക്കെ രാഷ്ട്രീയ പശ്ചാത്തലം എന്താണെന്നുള്ളത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ. ഏതൊക്കെ മന്ത്രിമാരുടെ കൂടെയാണ് ഈ ആരോപണം പറഞ്ഞിട്ടുള്ള ആളുകൾ അവിടെ അർദ്ധവസ്ത്രം ധരിച്ച് നിൽക്കുന്നത്? എന്താ അതിൻ്റെയൊക്കെ പിന്നിൽ? നിങ്ങൾ തന്നെയല്ലേ കൊടുക്കുന്നത്? ഇതൊക്കെ ഈ ചാനലിലൊക്കെ വന്നല്ലോ. ഈ ആരോപണ വിധേയരായ ആളുകളുടെ അവരുടെയൊക്കെ ഒരു രീതിയും നടപ്പും അവരുടെയൊക്കെ പല പരിപാടിയിൽ പങ്കെടുത്തും മന്ത്രിമാരൊക്കെ കെട്ടിപ്പിടിച്ച് നിൽക്കുന്നതൊക്കെ ചിത്രങ്ങൾ വന്നല്ലോ. അപ്പോൾ അതിൻ്റെയൊക്കെ പിന്നിൽ ആരുണ്ട്, എന്തുണ്ട് എന്നുള്ളത് അന്വേഷിക്കട്ടെ, പുറത്തു വരും, എല്ലാ കാര്യങ്ങളും വരും. പരാതി പറയുന്നവരെ അപമാനിക്കുകയും അവരെ ആക്രമിക്കുകയും ചെയ്യുന്നതൊക്കെ എപ്പോഴും നമ്മൾ കാണുന്നതാണ്. ഇപ്പോൾ ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഗുരുതരമായ ആരോപണം ഉന്നയിച്ച ട്രാൻസ്ജെൻഡർ ആക്ടിവിസ്റ്റ് അവന്തിക കൂടി നമ്മളോടൊപ്പം ടെലിഫോൺ ലൈനിലുണ്ട്. അവന്തിക, ഇന്ന് 1 മണിക്കൂർ മുൻപ് അവന്തിക ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിലും ഇത് തന്നെയാണ് പറയുന്നത്. ഫേസ്ബുക്കിലൂടെയും ഇൻസ്റ്റാഗ്രാമിലൂടെയും സമൂഹ മാധ്യമങ്ങളിലൂടെ മാനസികമായി തകർക്കുന്ന തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചാണ് പലരും കമൻറ്റുകൾ ഇടുന്നത്. ഇരയോടൊപ്പമല്ല, മിക്കവാറും ആരാണോ ആക്രമിച്ചത് അയാൾക്കൊപ്പം നിൽക്കുന്നതാണ് പൊതുവെ കണ്ടുവരുന്നതെന്ന് അവന്തികയുടെ പോസ്റ്റ് വായിച്ച് കഴിഞ്ഞാണ് ഇപ്പോൾ VK ശ്രീകണ്ഠൻ MP-യുടെ ഭാഗത്തു നിന്ന് ഇങ്ങനൊരു പ്രതികരണം കൂടി കേൾക്കുന്നത്. അതായത് പരാതിക്കാരിയുടെ വേഷം, അതൊക്കെ വലിയ പ്രശ്നമാണ്. അവന്തിക എങ്ങനെ പ്രതികരിക്കുന്നു? തീർച്ചയായിട്ടും. കാരണം ഈ VK ശ്രീകണ്ഠൻ MP-യുടെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം കൊടുക്കുന്ന രീതിയിലുള്ള സംസാരമാണ് അയാളുടെ ഭാഗത്തുനിന്നുണ്ടായത്. പിന്നെ സ്ത്രീകളുടെ വസ്ത്രധാരണത്തെ പറ്റി അളക്കാനുള്ള അതിന്റെ മാന്യതയില്ലായ്മ അളക്കാനുള്ള അളവുകോള് ശ്രീകണ്ഠൻ MP-ക്ക് ആരാണ് കൊടുത്ത് എന്ന് എനിക്ക് അറിയത്തില്ല. കാരണം ഒരാളുടെ ഇഷ്ട വസ്ത്രം ധരിക്കാനും വസ്ത്രത്തിൽ നടക്കാനുള്ള അവകാശം ഭരണഘടന ഉറപ്പ് നൽകുന്നതാ. ഒരാൾ ഒരു പ്രശ്നമുണ്ടായാൽ തുറന്ന് സംസാരിക്കുമ്പോൾ അതേ വസ്ത്രത്തിന്റെ പേരിൽ, അത് ആരുടെ മന്ത്രിമാരുടെ കൂടെ ഫോട്ടോ എടുത്തതിന്റെ പേരിലൊക്കെ ഇങ്ങനെയൊക്കെ ഒരു സ്ഥാനത്തിരിക്കുന്ന ആള് തന്നെ അധിക്ഷേപിക്കുമ്പോൾ അതിനൊക്കെ നേതൃത്വം കൊടുക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നത്. ലൈക്ക് ഇപ്പൊ ഇത് മറ്റുള്ള വ്യക്തികൾക്ക് ഒരു പ്രചോദനമാകും. അത് ഏറ്റെടുത്ത് ഇനി എത്തരത്തിലുള്ള ആക്രമണങ്ങളാണ് നേരിടേണ്ടി വരിക എന്നുള്ളത് നമുക്കറിയില്ല. ഇന്നലെ അവന്തിക News 18-ലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു, ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. അതിന്റെ ശേഷം അവന്തികയുടെ അവസ്ഥ എന്താണ്? എന്നെ സൈബർ ഇടത്തിൽ ഫുള്ളായിട്ട് എന്റെ പേഴ്സണൽ ലൈഫിലേക്ക് കയറിയിട്ട് എന്റെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്ക് ഉൾപ്പെടെയുള്ള അക്കൗണ്ടുകളിലെ പേഴ്സണൽ ഫോട്ടോ വെച്ചിട്ട് ട്രോളുകൾ ഇറക്കുകയും മാത്രമല്ല ആ ന്യൂസിന്റെ ഒക്കെ അടിയിൽ വന്നിട്ട് എന്ത് വികൃതമായ രീതിയിലാണ് കമന്റുകൾ എന്ന് എനിക്ക് വായിക്കാൻ പോലും കൊള്ളില്ലാത്ത രീതിക്കുള്ള കമന്റുകളാണ്. എന്റെ മാനസികാവസ്ഥ വളരെ താളം തെറ്റിയ സ്ഥിതിക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ നമ്മളൊരു പരാതി പറയുമ്പോൾ ആ ഇരയോടൊപ്പം നിൽക്കേണ്ടതാണ് നമ്മളെന്ന് ആർക്കും ഇപ്പം അവര് വേട്ടക്കാരനോടൊപ്പം നിൽക്കുന്ന വ്യക്തികളാണ്. കാരണം വെച്ചാൽ അവര് ആ MLA എന്നുള്ള പ്രിവിലേജും ഒരു ആണ് എന്നുള്ള പ്രിവിലേജും അവരത് ആ ഒരു പേരില് വല്ലാണ്ട് മറ്റുള്ള ഇരകളെ ചൂഷണം ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത്. കാരണം
ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ ഒരു മാനസികാവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കുക. വല്ലാത്ത താളം തെറ്റിയ ഒരവസ്ഥയിലേക്കാണ് കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മളൊരു പ്രശ്നം പറയുമ്പോൾ നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന ആളുകളാണ് നമുക്കെതിരെ നിൽക്കുന്നത്. ഇപ്പോൾ ഇന്നലെ ഇതൊക്കെ പറഞ്ഞതിന് ശേഷം അവന്തിക്ക് അതിന് മുമ്പ് വരെ കോളുകൾ വന്നിരുന്നു, ഇങ്ങനൊരു കാര്യത്തിലേക്കൊന്നും പോകരുത് എന്നാവശ്യപ്പെടാനാണെന്ന് തോന്നുന്നു കോളുകളൊക്കെ വന്നിരുന്നു. അതിനുശേഷം ആരെങ്കിലും അവന്തികയോട് സംസാരിച്ചിരുന്നോ ഇതുമായി ബന്ധപ്പെട്ട്? ആരും തന്നെ എന്റെ അടുത്ത് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും സംസാരിച്ചിട്ട് പാർട്ടിയിൽ ആരും തന്നെ സംസാരിച്ചില്ല. പക്ഷെ ഈ സൈബർ ഇടങ്ങളിൽ ഇങ്ങനെ ആവശ്യമില്ലാത്ത രീതിക്ക് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. കമന്റുകൾ വൾഗറായി ചിത്രീകരിക്കുകയും നമ്മളെ പരാതി പറഞ്ഞ ആളുകളെ മോശമായി ചിത്രീകരിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊരു സ്ഥിരം പാറ്റേൺ ആണ് അല്ലേ? പൊതുവെ പരാതി പറഞ്ഞാൽ ഉടൻ അവരെ അങ്ങ് മോശക്കാരികളാക്കിയാൽ പിന്നെ കാര്യങ്ങൾ കുറച്ചുകൂടി എളുപ്പമാണ്. അതിപ്പോ റിനി ആയാലും അവന്തികയായാലും. അതെ, അത് ആരായാലും അത് ഇത്തരം ആളുകളുടെ ഒരു സംഘടിതമായ ഒരു ലക്ഷ്യമാണ്. അതിനിപ്പോ നേതൃത്വം കൊടുക്കുന്ന രീതിക്കാണ് ഈ VK ശ്രീകണ്ഠൻ MPയുടെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്. ഇതൊക്കെ വളരെ മോശമാണ്. VK ശ്രീകണ്ഠൻ MPയുടെ പ്രതികരണം തീർച്ചയായും പരാതി നൽകുന്ന ആളുകളെ അപമാനിക്കുന്ന തരത്തിലുള്ളതാണെന്ന സംശയം വേണ്ട. അവന്തികയാണ് സംസാരിച്ചത്. ഇന്നലെ അവന്തികയും ഈ പരാതി പറഞ്ഞതിന് ശേഷം ന്യൂസ് 18ലൂടെ അവന്തിക തനിക്കുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് പറഞ്ഞതിന് പിന്നാലെ വലിയ രീതിയിലുള്ള സൈബർ ആക്രമണം നേരിടുന്നു എന്നാണ് അവന്തിക അല്പം മുൻപ് ഫേസ്ബുക്കിൽ തന്നെ എഴുതിയിരുന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ നമ്മൾ VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്നുള്ള പ്രതികരണം കേൾക്കുന്നത്. പലപ്പോഴും ഇതൊരു ആഹ്വാനമായി കൂടി മാറും. അദ്ദേഹത്തിൻ്റെ അണികൾ, അദ്ദേഹത്തോടൊപ്പം നിൽക്കുന്നവർക്കൊക്കെ ഇനി അല്പവസ്ത്രധാരിയായി മന്ത്രിമാർക്കൊപ്പം നിന്ന് ഫോട്ടോ എടുത്തില്ലേ എന്ന ആ കോട്ട് ഇനി ഒരുപാട് തവണ സൈബർ ഇടങ്ങളിലൊക്കെ നമ്മൾ ആവർത്തിക്കപ്പെടും. അപ്പോഴും അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടാണ് ഈ പെൺകുട്ടികൾ പരാതി പറയാൻ തയ്യാറാവുന്നത് എന്നതാണ് അതിലേറ്റവും പ്രധാനം. പക്ഷേ ഏറ്റവും കാര്യമായൊരു പ്രശ്നമുള്ളത് നിയമത്തിന് മുന്നിലേക്ക് ഒരു പരാതിയുമായി ഇവരിൽ ആരെങ്കിലും വരുന്നുണ്ടോ എന്നതാണ്. അങ്ങനെ വന്നില്ലെങ്കിൽ തൽക്കാലം ധാർമ്മികമായ കാര്യങ്ങളൊക്കെ മുൻനിർത്തിയാണെങ്കിൽ തൽക്കാലം സംഘടനയുടെ ചുമതലയിൽ നിന്ന് മാറിയാൽ മതി, MLA സ്ഥാനം രാജിവെക്കേണ്ടതില്ല എന്നൊരു വാദം ഉന്നയിച്ചുകൊണ്ട് പ്രതിരോധം തീർക്കുകയാണ് കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുള്ളവർ. ആ പ്രതിരോധത്തിനൊപ്പമാണ് VK ശ്രീകണ്ഠൻ MPയുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള തരം താണ പരാമർശങ്ങൾ കൂടി ഉണ്ടാകുന്നത് എന്നതാണ് ഖേദകരം. ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക്. കേരളത്തിൽ നിന്ന് ലോക്സഭയിൽ ഏറ്റവും ശ്രദ്ധേയമായ പ്രകടനം കാഴ്ചവെക്കുന്ന MPമാരിൽ ഒരാളാണ് NK പ്രേമചന്ദ്രൻ. UDFനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും വലിയ ആയുധങ്ങളിലൊന്നാണ് NK പ്രേമചന്ദ്രൻ MP. പക്ഷേ അദ്ദേഹത്തിന് തിരികെ സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ആഗ്രഹമുണ്ട് എന്ന വാർത്തകളാണ് വരുന്നത്. അങ്ങനെയെങ്കിൽ NK പ്രേമചന്ദ്രൻ MPയുടെ അസംബ്ലി മോഹം RSPയിൽ മറ്റൊരു പിളർപ്പിന് വഴിവെക്കുമോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം കൂടി ഉയരുകയാണ്. ഇരവിപുരം മണ്ഡലം നോട്ടമിട്ടുള്ള പ്രേമചന്ദ്രന്റെ നീക്കങ്ങളാണ് ഇപ്പോൾ പാർട്ടിയിൽ കല്ലുകടിക്ക് വഴിവെച്ചിരിക്കുന്നത്. കൊല്ലം നിയമസഭാ സീറ്റിന് വേണ്ടി ഷിബു ബേബി ജോൺ മുന്നണിയിൽ അവകാശവാദം തുടരുന്നതിനിടെയാണ് NK പ്രേമചന്ദ്രന്റെയും സമാനമായ നീക്കം. ന്യൂസ് 18 എക്സ്ക്ലൂസീവ് വിവരങ്ങളുമായി ഡാൻ കുര്യൻ തന്നെ ചേരുന്നു. ഡാൻ, ഒരുപാട് പിളർന്നിട്ടുള്ള പാർട്ടിയാണ് RSP. അതിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരുപക്ഷെ സീറ്റുമായി ബന്ധപ്പെട്ട തർക്കത്തിനൊടുവിൽ NK പ്രേമചന്ദ്രൻ അടക്കമുള്ളവർ അവിടെ നിന്ന് പോകുന്നതും പിന്നെ കേരള രാഷ്ട്രീയത്തിലുണ്ടായ ചലനങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. എന്താണിപ്പോൾ NK പ്രേമചന്ദ്രന് സംസ്ഥാന രാഷ്ട്രീയത്തിലേക്ക് മടങ്ങാൻ ഒരാഗ്രഹം? ആ ആഗ്രഹം എങ്ങനെയൊക്കെയാണ് RSP എന്ന പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്നത്? അതായത് ഷിബു ബേബി ജോണും NK പ്രേമചന്ദ്രനും മുൻ മന്ത്രിമാരാണ്. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഷിബു ബേബി ജോൺ ഫിഷറീസ് വകുപ്പിന്റെ അടക്കം ചുമതല വഹിച്ചിട്ടുള്ളയാളാണ്.
എൻ കെ പ്രേമചന്ദ്രൻ നേരത്തെ മന്ത്രിയായിട്ട് വലിയ സ്തുത്യർഹമായ പ്രവർത്തനം നടത്തി പ്രവർത്തന പരിചയമുള്ള ഒരു നേതാവാണ്. അദ്ദേഹം RSPയുടെ മുഖമായി ഇപ്പോൾ കൊല്ലത്ത് നിന്ന് പാർലമെന്റിൽ എത്തിയിരിക്കുന്ന ഒരു നേതാവാണ്. പക്ഷേ നിലവിൽ വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ RSPക്ക് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടർച്ചയായി 2 തവണ പ്രാതിനിധ്യം നഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു പശ്ചാത്തലത്തിലാണ് ഇനിയും അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായിക്കൂടാ എന്നൊരു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിൽ അടുത്ത തവണ ഏത് വിധേനയും നിയമസഭയിൽ എത്തുക എന്നൊരു ലക്ഷ്യത്തോടെ എങ്ങനെയും കൊല്ലം മണ്ഡലത്തിനു വേണ്ടി ഷിബു ബേബി ജോൺ UDFനുള്ളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരുന്നത്. അതുമായി ബന്ധപ്പെട്ട ഒരുപാട് തർക്കങ്ങൾ ചർച്ചകളൊക്കെ നടക്കുകയായിരുന്നു. അതിനിടയിലാണ് എൻ കെ പ്രേമചന്ദ്രനും സമാനമായ ആഗ്രഹവുമായി രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം. UDF നേതൃത്വവുമായി അനൌദ്യോഗികമായി അദ്ദേഹം ഇക്കാര്യങ്ങളിൽ ചർച്ച നടത്തിയിട്ടുണ്ട് എന്ന സൂചനകളാണ് ലഭിക്കുന്നത്. അങ്ങനെയെങ്കിൽ അദ്ദേഹം 2 മണ്ഡലങ്ങളാണ് അദ്ദേഹത്തിന് വേണ്ടി പരിഗണനയിലുള്ളത്. അതിലൊന്ന് പ്രധാനമായി ഷിബു ബേബി ജോൺ നേരത്തെ മത്സരിച്ച ചവറയാണ്, അല്ലെങ്കിൽ ഇരവിപുരം. ഈ ചവറയെ സംബന്ധിച്ച് നിലവിൽ 2016 വിജയൻ പിള്ളയായിരുന്നു അവിടുത്തെ നിയമസഭാംഗം. പിന്നീട് അദ്ദേഹത്തിന്റെ പിൻഗാമിയായി മകൻ സുജിത് വിജയൻ പിള്ള ഇപ്പോൾ ചവറയെ പ്രതിനിധീകരിച്ചുകൊണ്ട് നിയമസഭയിലുണ്ട്. അതുപോലെ തന്നെ ഇരവിപുരത്തും M നൌഷാദാണ് നിയമസഭയിൽ എത്തിയിരിക്കുന്നത്. M നൌഷാദിനെ കനത്ത വെല്ലുവിളി ഉണർത്താൻ എൻ കെ പ്രേമചന്ദ്രന്റെ സ്ഥാനാർത്ഥിത്വത്തിലൂടെ കഴിയുമെന്നാണ് പ്രേമചന്ദ്രനെ അനുകൂലിക്കുന്നവരുടെ വാദം. പക്ഷേ ഇവിടുത്തെ പ്രശ്നം RSP അല്ലെങ്കിൽ UDF അധികാരത്തിലെത്തുന്ന ഒരു സാഹചര്യം വന്നാൽ RSPക്ക് ഒരു മന്ത്രിസ്ഥാനം മാത്രമാണ് നൽകാൻ കഴിയുക. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ സ്വാഭാവികമായി അതിനുവേണ്ടി ക്ലെയിം ഉന്നയിച്ചുകൊണ്ട് ഇരു നേതാക്കളും രംഗത്തെത്തുന്ന ഒരു പശ്ചാത്തലം വരും. അങ്ങനെയെങ്കിൽ അത് ഉണ്ടാക്കാനിടയുള്ള തർക്കങ്ങളാണ് RSPയിൽ നിലവിൽ ഈ കണ്ണുകടികളിലേക്ക് വഴിവെച്ചിരിക്കുന്നത്. അവിടെയാണ് ഈ ഇരവിപുരത്തിനു വേണ്ടി എൻ കെ പ്രേമചന്ദ്രൻ നടത്തുന്ന നീക്കങ്ങൾ കൊല്ലം മണ്ഡലം ലക്ഷ്യമാക്കി ഇതിനോടകം അവകാശവാദം ഉന്നയിച്ചിരിക്കുന്ന ഷിബു ബേബി ജോണിന്റെ പ്രതീക്ഷകൾക്ക് മങ്ങലേൽപ്പിക്കുമോ എന്ന ചോദ്യം കൂടി ഉയർത്തുന്നത്. അങ്ങനെ വലിയൊരു തർക്കം RSPയിൽ നേതൃത്വത്തിനിടയിൽ നിലനിൽക്കുന്നുണ്ട്. ഇരവിപുരം എൻ കെ പ്രേമചന്ദ്രന് വേണ്ടി വിട്ടുകൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ, പ്രേമചന്ദ്രനോട് മത്സരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ UDFനുള്ളിൽ പിന്നെ കൊല്ലത്തിനു വേണ്ടി എത്ര കണ്ട് ക്ലെയിം ഉന്നയിക്കാൻ കഴിയും ഷിബു ബേബി ജോണിന് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അതാണ് ആ പാർട്ടിക്കുള്ളിൽ ഒരു തർക്കം മറനീക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നതും. പക്ഷേ നേതാക്കൾ ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ പ്രതികരണങ്ങളൊന്നും ഇതുവരെ നടത്തിയിട്ടില്ല. MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കുന്നതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസ് നേതൃത്വം തന്നെ വലിയ തരത്തിലുള്ള ചർച്ചകളിലേക്ക് കടക്കുന്നതിനിടയിലാണ് ഘടകകക്ഷിയുടെ ഭാഗമായ RSPയുടെ ഭാഗമായ എൻ കെ പ്രേമചന്ദ്രനും സമാനമായ താൽപര്യം പ്രകടിപ്പിച്ചുകൊണ്ട് നിയമസഭയിൽ മത്സരിക്കുക എന്ന ലക്ഷ്യത്തോടെ അദ്ദേഹത്തിന്റെ കരുനീക്കങ്ങൾ നടത്തുന്നത് എന്നതാണ് നിലവിലെ സാഹചര്യം. അതിനോട് പാർട്ടി ഏത് തരത്തിൽ പ്രതികരിക്കും, ഷിബു ബേബി ജോണിന്റെ നിലപാട് എന്തായിരിക്കും എന്നതൊക്കെയാണ് അറിയാനുള്ള കാര്യം. ഏതെങ്കിലും വിധേനെ ഷിബു ബേബി ജോണിന് കൊല്ലം മണ്ഡലം ലഭിക്കാതിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായാൽ കടുത്ത നീക്കങ്ങളിലേക്ക് ഷിബു ബേബി ജോൺ കടന്നേക്കുമെന്നുള്ള സൂചനകൾ കൂടി പുറത്തുവരുന്നുണ്ട്. നേരത്തെ തന്നെ അദ്ദേഹം UDFനുള്ളിൽ ഭിന്നതകളുണ്ട്, അസ്വാരസ്യങ്ങളുണ്ട് എന്ന നിലപാട് പരസ്യപ്പെടുത്തിയപ്പോൾ തന്നെ അദ്ദേഹത്തെ നോട്ടമിട്ടുകൊണ്ട് CPM പലതവണ ചരടുവലികൾ നടത്തിയതാണ്. പക്ഷേ അതിനുശേഷം ഇപ്പോൾ ഇങ്ങനെ ഒരു പുതിയ രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞു വരുമ്പോൾ കൊല്ലത്ത് ഏതെങ്കിലും വിധേനെ ഷിബു ബേബി ജോണിന്റെ താൽപര്യപ്രകാരം അദ്ദേഹത്തിന് അവസരം നിഷേധിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായാൽ അതിനെ ഒരു രാഷ്ട്രീയ അവസരമാക്കി മാറ്റാനുള്ള നീക്കം ഉറപ്പായും LDFന്റെ ഭാഗത്തു നിന്നുണ്ടാകും. അതായിരിക്കും കോൺഗ്രസ് നേതൃത്വം UDF നേരിടാൻ പോകുന്ന ഒരു പ്രധാനപ്പെട്ട വെല്ലുവിളി. അതിനിടയിലാണ് ഒരേപോലെ എൻ കെ പ്രേമചന്ദ്രനും ഷിബു ബേബി ജോണിനും 2 പ്രധാനപ്പെട്ട മണ്ഡലങ്ങൾക്ക് വേണ്ടി അവകാശവാദം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുന്ന ഒരു സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഡാൻ, നമുക്കറിയാം പ്രത്യയശാസ്ത്രപരമായ ഒരുപക്ഷെ RSPക്ക് LDFനൊക്കെ ഒപ്പം നിൽക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഏത് സാഹചര്യത്തിലാണ് അന്ന് RSP UDFനൊപ്പം പോയത് എന്നതൊക്കെ ചരിത്രത്തിലുള്ളതാണ്, നമുക്ക് ഓർമ്മയുള്ളതാണ്. അങ്ങനെയെങ്കിൽ ഈ RSPയിൽ ഇപ്പോൾ പ്രേമചന്ദ്രൻ മാത്രമേ വളരുന്നുള്ളൂ, പ്രേമചന്ദ്രന് മാത്രമേ ഒരു സ്പേസ് കിട്ടുന്നുള്ളൂ എന്നൊരു പരാതി നിലനിൽക്കെ ഷിബു ബേബി ജോൺ മാത്രമായി LDFലേക്ക് പോകുന്ന ഒരു സാഹചര്യം, അങ്ങനെ ഒരു സാഹചര്യത്തിന്റെ ഒരു അതേക്കുറിച്ചുള്ള സൂചനകളാണോ കിട്ടുന്നത്? അങ്ങനെ ഒരു ആലോചനയെക്കുറിച്ചുള്ള സൂചനകളുണ്ടോ? അങ്ങനെയൊന്നുമല്ല, ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അതായത് അങ്ങനെ ഒരു രാഷ്ട്രീയ സാഹചര്യം ഉരുത്തിരിഞ്ഞാൽ
കൊല്ലം സീറ്റ് ഷിബു ബേബി ജോൺ ഏറെ നാളുകളായി UDF-ന് മുമ്പിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. കൊല്ലം സീറ്റ് ഷിബു ബേബി ജോണിന് ലഭിക്കാതിരിക്കുന്ന സാഹചര്യം ഉണ്ടായാൽ CPM അതിനുവേണ്ടിയുള്ള കരുനീക്കങ്ങൾ ഊർജിതമാക്കും. നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് മുന്നണിയിൽ അസ്വാരസ്യങ്ങൾ ഉണ്ടായെന്ന പരസ്യ പ്രതികരണം ഷിബു ബേബി ജോൺ നടത്തിയ സാഹചര്യത്തിൽ തന്നെ LDF അദ്ദേഹത്തെ ഒപ്പം ചേർക്കുന്നതിന് വേണ്ടിയുള്ള ഇടപാളയത്തിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയുള്ള കരുനീക്കങ്ങൾ നടത്തിയതാണ്. പക്ഷേ അന്നത് ഫലം കണ്ടിരുന്നില്ല. നിലവിൽ കൊല്ലവുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന തർക്കങ്ങൾ ഈ NK പ്രേമചന്ദ്രന്റെ അവസരം ചവറയിലോ അല്ലെങ്കിൽ മറ്റൊരു സുരക്ഷിത മണ്ഡലത്തിലോ അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു സാഹചര്യമുണ്ടായാൽ കൊല്ലത്ത് എത്ര കണ്ട് ഷിബു ബേബി ജോണിന് സാധ്യത ഉണ്ടാകുമെന്നൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരും. അങ്ങനെ ഏതെങ്കിലും വിധേനെ ഷിബു ബേബി ജോണിന് പരിഗണനാ പട്ടികയിൽ ഇടം പിടിക്കാതിരിക്കുന്ന ഒരു പശ്ചാത്തലമുണ്ടായാൽ അവിടെ രാഷ്ട്രീയ ഇടപെടൽ CPM നടത്താനാണ് സാധ്യത. അതിനോട് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം എന്താണ് എന്നതൊക്കെ കാത്തിരുന്ന് തന്നെ കാണേണ്ടി വരും. പക്ഷേ RSPയെ സംബന്ധിച്ചും UDF-നെ സംബന്ധിച്ചും വലിയ തരത്തിൽ ഒരു ആശങ്ക ഉളവാക്കുന്ന സാഹചര്യത്തിലേക്കാണ് കാര്യങ്ങൾ എത്തിക്കുന്നത്. കാരണം NK പ്രേമചന്ദ്രൻ മത്സരിക്കുന്നത് ഒരു MLA ആയി നിയമസഭയിലേക്ക് എത്താൻ മാത്രമല്ല, അതല്ല അദ്ദേഹത്തിന്റെ ആഗ്രഹം. അതിനപ്പുറത്തേക്ക് UDF അധികാരത്തിലെത്തിയാൽ ആ മന്ത്രിസഭയിൽ ഇടം പിടിക്കുക എന്നത് തന്നെയാണ്. അങ്ങനെ വരുമ്പോൾ അതേ ആഗ്രഹവുമായി ഷിബു ബേബി ജോൺ ചവറയിൽ കൊല്ലത്ത് നിന്ന് മത്സരിക്കാനുള്ള ഒരു സന്നദ്ധത പ്രകടിപ്പിച്ച് അതിനുവേണ്ടിയുള്ള കരുനീക്കം നടത്തുന്നതിനിടയിൽ പ്രേമചന്ദ്രനും സമാനമായ നീക്കവുമായി രംഗത്തെത്തുമ്പോൾ പാർട്ടിയിൽ അതുണ്ടാക്കാനിടയുള്ള അസ്വാരസ്യങ്ങൾ സ്വാഭാവികമാണ്. അത് ഏത് തരത്തിൽ പ്രതിഫലിക്കും എന്നത് മാത്രമാണ് ഇനി അറിയാനുള്ളത്. എന്തായാലും നേതാക്കളുടെ ഔദ്യോഗികമായ പ്രതികരണം ഈ വിഷയത്തിൽ വരും ദിവസങ്ങളിൽ തന്നെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ശരി ഡാൻ, അത്തരം കടന്ന ചിന്തകളിലേക്കൊന്നും പോകണ്ട. പക്ഷെ പാർട്ടിക്കുള്ളിൽ ഇപ്പോൾ UDF-നകത്ത് പ്രേമേന്ദ്രൻ ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ ഷിബു ബേബി ജോൺ നേരത്തെ തന്നെ കൊല്ലം എന്നൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറത്ത് RSPക്കകത്ത് ഈ രണ്ട് നേതാക്കൾ, വളരെ ശക്തരായ പാർട്ടിക്കുള്ളിലെ രണ്ട് നേതാക്കൾ, ചെറിയ പാർട്ടിയാണ് പക്ഷേ നേതാക്കൾ വലിയ നേതാക്കളാണ്, അവർ രണ്ടുപേരും ഇങ്ങനെ ഒരു താല്പര്യം പ്രകടിപ്പിക്കുകയും ആ താല്പര്യം ഒരു ചർച്ചയായി വരികയും ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് NK പ്രേമചന്ദ്രൻ രാജിവെക്കുന്ന ഒരു സാഹചര്യം വന്നാൽ പാർലമെന്റിൽ RSPക്കുള്ള പ്രാതിനിധ്യം നഷ്ടപ്പെടുന്ന സാഹചര്യം വരും. മറിച്ച് നിയമസഭയിലേക്ക് എത്തുമ്പോൾ നിലവിൽ തുടർച്ചയായി 2016-ലും 2021-ലും അവർക്ക് നിയമസഭയിൽ പ്രാതിനിധ്യം ഇല്ലാത്തൊരു പശ്ചാത്തലമുണ്ട്. അതുകൊണ്ട് വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കൂടി നിയമസഭയിൽ പ്രാതിനിധ്യം ലഭിക്കാതിരിക്കുന്ന സാഹചര്യമുണ്ടായാൽ പാർട്ടിയുടെ അടിത്തറ ഇളകും, ശക്തി കേന്ദ്രങ്ങളിലടക്കം എന്ന ഒരു വിലയിരുത്തൽ RSPക്ക് പൊതുവെയുണ്ട്. അതുകൊണ്ട് ഏതു വിധേനയും വിജയിച്ച് കയറുക എന്നത് തന്നെയാണ് അവരുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുൻനിർത്തിയാണ് ജയസാധ്യതയുള്ള മണ്ഡലങ്ങൾ കേന്ദ്രീകരിച്ച് നേരത്തെ തന്നെ പ്രവർത്തനം തുടങ്ങണം എന്ന തരത്തിലുള്ള ചർച്ചകളിലേക്കൊക്കെ അവരെ നയിച്ചത്. പക്ഷേ നിലവിലെ തർക്കം ഞാൻ സൂചിപ്പിച്ചത് ഷിബു ബേബി ജോൺ കൊല്ലം ലക്ഷ്യമാക്കി ഏറെ നാളായി UDF-നുള്ളിൽ അവകാശവാദം ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ഇരവിപുരമോ ചവറയോ മത്സരിക്കാനുള്ള NK പ്രേമചന്ദ്രന്റെ നീക്കങ്ങൾ മറുവശത്തു കൂടി നടക്കുന്നത്. അങ്ങനെ പ്രേമചന്ദ്രൻ അങ്ങനെ ഒരു അവസരം UDF ഒരുക്കി കൊടുക്കുന്ന സാഹചര്യമുണ്ടായാൽ കൊല്ലം കൂടി വിട്ടു നൽകുക എന്ന് പറയുന്നത് ഒരു വലിയ ശ്രമകരമായ ദൌത്യമായി മാറും. അവിടെ ഇപ്പോൾ തന്നെ കണ്ടം നട്ടിരിക്കുന്ന മറ്റ് നേതാക്കന്മാരൊക്കെ ഉണ്ട്. അവരുടെ പ്രതികരണം ആ വിഷയത്തിൽ ഉണ്ടാകുമെന്നതൊരു വലിയ ചോദ്യം തന്നെയാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഇതേ സമാനമായ ആഗ്രഹവുമായി രണ്ട് മുതിർന്ന നേതാക്കൾ ഒരുപോലെ എത്തുന്നതായിരിക്കും പാർട്ടിക്കുള്ളിൽ RSPക്കുള്ളിൽ ഈ ചർച്ച അല്ലെങ്കിൽ തർക്കം രൂക്ഷമാക്കുക. അവിടെ അത് ആ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി നേതൃത്വം ഏതെങ്കിലും തരത്തിലുള്ള ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമെന്നതാണ് അറിയാനുള്ളത്. അത് തന്നെയാണ് ഇപ്പോൾ ഈ തർക്കങ്ങൾ പുറത്തേക്ക് എത്തിക്കുന്ന തരത്തിലേക്ക് വരെ കാര്യങ്ങൾ എത്തിച്ചിരിക്കുന്നത്. ഇരു നേതാക്കൾക്കും, അതായത് UDF അധികാരത്തിൽ എത്തിയാൽ മന്ത്രിസ്ഥാനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള NK പ്രേമചന്ദ്രയും ഷിബു ബേബി ജോണിന്റെയും നീക്കങ്ങളാണ് ഇപ്പോൾ ഇങ്ങനെയൊരു തർക്കങ്ങളിലേക്ക് സാഹചര്യങ്ങൾ കൊണ്ടുചെന്ന് എത്തിച്ചിരിക്കുന്നത്. പക്ഷേ മുന്നണി ആർക്കൊപ്പം നിൽക്കും, ആരുടെ താല്പര്യം സംരക്ഷിക്കും എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യമാണ്. NK പ്രേമചന്ദ്രൻ പാർലമെന്റിൽ ഒരു മികച്ച പ്രവർത്തനം പ്രഭാഷണങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഇടപെടലുകൾ കൊണ്ടൊക്കെ വലിയ സ്ഥലത്തിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തെ അടക്കം ശ്രദ്ധ പിടിച്ചു പറ്റുന്ന ഇടപെടൽ നടത്തുന്ന ഒരാളാണ്. അങ്ങനെ ഒരാളെ അദ്ദേഹത്തിന്റെ താല്പര്യത്തെ പൂർണ്ണമായി അങ്ങ് അവഗണിക്കാൻ UDF-നോ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനോ കഴിയില്ല. അങ്ങനെ ഒരു പശ്ചാത്തലത്തിൽ ഷിബു ബേബി ജോൺ കൂടി എങ്ങനെ അക്കോമഡേറ്റ് ചെയ്യപ്പെടും എന്നതായിരിക്കും പ്രധാനപ്പെട്ട ചോദ്യം. എന്തായാലും ഇതിന്റെ തുടർ പ്രതികരണങ്ങൾ ഇനി വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. ഡാൻ കുര്യനാണ് വിവരങ്ങൾ നൽകിയത്. NK പ്രേമചന്ദ്രൻ നിയമസഭാ രാഷ്ട്രീയത്തിലേക്ക് മടങ്ങിയെത്താൻ ആഗ്രഹിച്ചാൽ ഷിബു ബേബി ജോണിനും പ്രേമചന്ദ്രനും കൂടി രണ്ടുപേരെയും കൂടി അക്കോമഡേറ്റ് ചെയ്യാൻ മുന്നണിക്ക് എങ്ങനെ കഴിയുമെന്നതാണ് പ്രധാനപ്പെട്ട ചോദ്യം. പക്ഷേ ഇനിയുള്ള മണിക്കൂറുകളിൽ വലിയ ചർച്ചയാവാൻ പോകുന്നത് രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ രാജി ആവശ്യപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധങ്ങളും പ്രതികരണങ്ങളും ഒക്കെ വരികയാണ്. കൂടുതൽ ആരോപണങ്ങൾ അവിടെവിടെയായി ഉയരുന്നുണ്ട്. എന്തൊക്കെയാണ് അതിൽ സംഭവിക്കുക എന്നത് അടുത്ത മണിക്കൂറുകളിൽ നമുക്ക് കാത്തിരുന്ന് കാണാം. ന്യൂസ് ട്രെൻഡ്സിൽ വിശദമായി തന്നെ ഇക്കാര്യങ്ങൾ പരിശോധിക്കും. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം.